Yes. Good morning, good morning. Yes, thank you so much for joining. നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. താങ്ക് യു സോ മച്ച്. നമുക്ക് ഇന്ന് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇഫ് യു ആർ റെഡി, ലെറ്റ്സ് ബിഗിൻ. ആർ യു റെഡി? ഓക്കെ. സോ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു കാര്യം, നമ്മളുടെ ലൈഫിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഒരു കോഴ്സിനെ പറ്റി പറഞ്ഞു, ലൈഫ് മാക്സിമൈസേഷൻ എന്ന് പറയുന്ന കോഴ്സ്, അല്ല LMC. സോ ലൈഫ് മാക്സിമൈസേഷൻ കോഴ്സിൽ അല്ലെങ്കിൽ ലൈഫ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഇതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ലൈഫ് മാക്സിമൈസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയാനുള്ളത്. സോ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആരംഭിക്കാം. സോ എന്തൊക്കെ കാര്യങ്ങളാണ്, എന്താണ് ഈ ലൈഫ് മാക്സിമൈസേഷൻ എന്ന് ആദ്യം അറിയണം. ഓക്കെ, അതിനെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ എന്താണ് ലൈഫ് മാക്സിമൈസേഷൻ? ലൈഫ് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിൽ കൂടുതൽ പ്രൊഡക്ടിവിറ്റി വരിക. നമ്മളിപ്പോൾ എന്താണോ ചെയ്യുന്നത് അതിൽ കൂടുതൽ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക, കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക, കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക. ഇതിനാണ് ലൈഫ് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഉള്ളത് എന്താണോ അതിന്റെ മാക്സിമം പൊട്ടൻഷ്യലിലേക്ക് അത് എത്തിക്കാൻ പറ്റുക, അല്ലെങ്കിൽ അതിനെ ഇപ്പോൾ ഉള്ളതിനെക്കാട്ടിലും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക്, നല്ല റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങളുടെ ലൈഫിനെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ശ്രമത്തെയാണെന്ന് വെച്ചാൽ ലൈഫ് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ. ഇഫ് യു ആർ റെഡി ആൻഡ് ഇഫ് യു ആർ റെഡി ആൻഡ് എക്സൈറ്റഡ്, ജസ്റ്റ് കമന്റ് ഡൗൺ RE എന്ന് കമന്റ് ചെയ്യുക. നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാനുണ്ട്, കുറച്ച് കാര്യങ്ങൾ ഡെപ്തിൽ സംസാരിക്കാനുണ്ട്. സോ ഇഫ് യു ആർ റെഡി ആൻഡ് എക്സൈറ്റഡ്, ജസ്റ്റ് കമന്റ് ഡൗൺ RE. ഓക്കെ, കമന്റ് ചെയ്യുക, RE എന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ഡൗൺ RE. എല്ലാവരും കമന്റ് ചെയ്യുക കേട്ടോ, RE. സോ ലൈഫ് മാക്സിമൈസേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം കാര്യങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പോൾ ഈ നമ്മുടെ ഈ ഒരു കോഴ്സിനെ പറ്റി നിങ്ങൾക്ക് അറിയാം. ലൈഫ് മാക്സിമൈസേഷൻ എന്ന് പറയുന്ന കോഴ്സ് അടുത്ത ആഴ്ച നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, പക്ഷെ ആ കോഴ്സിലേക്ക് എത്തുന്നതിന് അതിന് മുൻപേ നിങ്ങൾക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളുടെ ലൈഫിൽ നമ്മൾ മാക്സിമൈസ് ചെയ്യപ്പെടാൻ, നമുക്ക് അത് ആ ഒരു മാക്സിമം ലെവലിലേക്ക് നമുക്ക് കൂടുതൽ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ലൈഫായിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുക, എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും, അതിലൂടെ ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയാണ് നമുക്ക്. അപ്പോൾ അതിന് പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ലൈഫ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? റെഡിയാണോ? ആർ യു റെഡി? ഇഫ് യു ആർ റെഡി, ലെറ്റ്സ് ബിഗിൻ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം, ഞാൻ ഇവിടെ പ്രസന്റേഷൻ കാണിക്കാം, കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പറയണേ. പ്രസന്റേഷൻ കാണുന്നുണ്ടോ? പ്രസന്റേഷൻ കാണാൻ പറ്റുന്നുണ്ടോ? യെസ് ഓർ നോ എന്ന് കമന്റ് ചെയ്യും. ഇപ്പൊ കാണുന്നുണ്ട്. ഓക്കെ, സോ ലൈഫ് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു കോഴ്സിൽ 5 ദിവസത്തേക്കുള്ള ഒരു കോഴ്സായിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൽ 5 ദിവസത്തിൽ ഫസ്റ്റ് ദിവസം നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈഫ് വിഷൻ ആൻഡ് ഗോൾ ക്ലാരിറ്റി. അതായത് നിങ്ങൾ പഠിക്കേണ്ടത് ലൈഫിന്റെ ഒരു വിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കണം. വിഷൻ എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്യണം. ഗോൾ ക്ലാരിറ്റി വേണം. അത് നമുക്ക് ഒരു മാക്സിമൈസ്ഡ് ലൈഫ് നയിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ലൈഫ്, കുറച്ചുകൂടെ മാക്സിമം റിസൾട്ട് കിട്ടുന്ന ഒരു ലൈഫ് നയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമുക്ക് വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്യണം എന്ത് ഔട്ട്കമാണ് എനിക്ക് വേണ്ടത്, എന്ത് റിസൾട്ടാണ് എനിക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? എന്ത് ഔട്ട്കമാണ് എനിക്ക് വേണ്ടത്, എന്ത് റിസൾട്ടാണ് എനിക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നതിൽ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി നമുക്ക് വേണം. ആ ക്ലാരിറ്റി നമുക്കുണ്ട് എങ്കിൽ എന്താ സംഭവിക്കുക? അപ്പൊ ആ ക്ലാരിറ്റി എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? അതിന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. എങ്ങനെയാണ് ആ ക്ലാരിറ്റി കിട്ടുക? ആ ക്ലാരിറ്റി കിട്ടുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് വെച്ചാൽ ലൈഫ് വീൽ എക്സസൈസ് എന്ന് പറയുന്ന ഒരു എക്സസൈസ് ഉണ്ട്. അതായത് നമ്മളുടെ പ്രധാനപ്പെട്ട എല്ലാ ഏരിയാസിലും നമുക്ക് ഇപ്പോൾ ഹെൽത്ത് ആയിക്കോട്ടെ, വെൽത്ത് ആയിക്കോട്ടെ, കരിയർ ആയിക്കോട്ടെ, ഇങ്ങനെ കുറേ ഏരിയാസ് ഉണ്ട്. അതിൽ ഏതിലാണ് ഇംപ്രൂവ്മെന്റ് ആവശ്യമുള്ളത്, ഫോക്കസ് ആവശ്യമുള്ളത് എന്നുള്ളത് നമ്മൾ കറക്റ്റ് കണ്ടതാണ്.
ഓക്കെ, അപ്പോൾ അതാണ് ലൈഫ് വീൽ എക്സസൈസ് എന്ന് പറയുന്നത്. ലൈഫിൽ ഇത് നമ്മൾ കറക്റ്റായിട്ട് കണ്ടെത്തി കഴിഞ്ഞാൽ എവിടെയാണ് കുറവുള്ളത്, എവിടെയാണ് ഇമ്പ്രൂവ്മെൻ്റ് ഉള്ളത്, എന്താണ് ഞാൻ സ്റ്റോപ്പ് ചെയ്യേണ്ടത്, എന്തൊക്കെ ഞാൻ റെഡിയാക്കി എടുക്കേണ്ടതുണ്ട്, അത് കറക്റ്റായിട്ട് നമ്മളൊരു എക്സസൈസ് രൂപത്തിൽ ചെയ്തിട്ട് അത് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഒരു ക്ലാരിറ്റി വരുത്തണം. എന്ത്, ഓക്കെ, ഇവിടെയാണ് ഞാൻ നിൽക്കുന്നത്, ഇതാണ് എൻ്റെ റിയാലിറ്റി. അടുത്തത് എന്താണ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി എവിടേക്ക് പോകണം എന്നുള്ളതാണ് വിഷൻ ക്രിയേഷനാണ്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ കോഴ്സിൽ വന്നാലും വന്നില്ലെങ്കിലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കോഴ്സിൽ വന്നു കഴിഞ്ഞാൽ ഐ വിൽ ഹെൽപ്പ് യു ഡയറക്റ്റ്ലി. 199 രൂപയുള്ളൂ, 5 ദിവസം. അതിൽ ഡേ 1 ആണ് ഇപ്പോൾ ഈ പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ നല്ലൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വിഷൻ ക്രിയേറ്റ് ചെയ്യും. ആ വിഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് വേണം എന്നുള്ളതിൻ്റെ വിഷൻ, ഫ്യൂച്ചർ. ഓക്കെ, നിങ്ങളുടെ ഐഡിയൽ ലൈഫ്. അത് എല്ലാ ഡിസിഷൻസും എടുക്കുന്നത് ആ വിഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫായിട്ട് നമ്മൾ അലൈൻ ചെയ്യും. അതാണ് അടുത്തൊരു സംഗതി, ആ വിഷനെ നിങ്ങളുടെ അലൈൻമെന്റിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് ആപ്റ്റ് ആവുന്ന രീതിയിൽ. നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും, ഓരോരുത്തരുടെയും വാല്യൂസ് ഡിഫറെൻ്റ് ആയിരിക്കും, ഓരോരുത്തരുടെയും താല്പര്യങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും. ആ ഡിഫറെൻ്റ് ആയിട്ടുള്ള താല്പര്യങ്ങൾക്കും സംഗതികൾക്കും ഒക്കെ അനുസരിച്ചുകൊണ്ടുള്ള നിങ്ങൾ എന്ത് ചെയ്യണം, സ്മാർട്ട് ആയിട്ടുള്ള ബട്ട് അറ്റ് ദ സെയിം ടൈം ബിഗ് ആയിട്ടുള്ള ഗോളുകൾ സെറ്റ് ചെയ്യും. ലേൺ ടു സെറ്റ് ഗോൾസ് ദാറ്റ് ആർ ബോത്ത് സ്ട്രാറ്റജിക്കലി സൗണ്ട് ആൻഡ് ambitiously inspiring to drive maximum progress. മാക്സിമം പ്രോഗ്രസ് കിട്ടുന്ന രീതിയിലുള്ള ഗോളുകളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അച്ചീവ് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെപ്പറ്റി. അതായത് നമ്മളിൽ അധികം ആൾക്കാരും ചെറിയ ഗോളുകൾ സെറ്റ് ചെയ്യുന്നു, എന്നിട്ട് അത് അച്ചീവ് ചെയ്യുന്നു. വലിയ ഗോളുകൾ സെറ്റ് ചെയ്തിട്ട് അത് അച്ചീവ് ചെയ്യാതിരിക്കലല്ല പ്രശ്നം. ചെറിയ ഗോളുകൾ സെറ്റ് ചെയ്തിട്ട് അത് അച്ചീവ് ചെയ്യുന്നതാണ് പ്രശ്നം. ആ ചെറിയ ഗോളുകൾ എല്ലാവരും സെറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എഴുതിയാലും എഴുതിയില്ലെങ്കിലും നിങ്ങൾക്ക് ഓൾറെഡി ചെറിയ ഗോളുകളുണ്ട്. യെസ് ഓർ നോ? യെസ് ഓർ നോ? ഒന്ന് കമന്റ് ചെയ്യും. ഡു യു അഗ്രി വിത്ത് മീ? ചെറിയ ഗോളുകൾ എല്ലാവർക്കും ഉണ്ട്. ചെറിയ ഗോളുകൾ എല്ലാവർക്കും ഉണ്ട്. എല്ലാവരുടെയും പ്രോബ്ലം അതാണ്. അപ്പോൾ ആ ചെറിയ ഗോളുകൾ സെറ്റ് ചെയ്ത് നിർത്തിയിട്ട് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഗോളുകൾ എങ്ങനെ സെറ്റ് ചെയ്യാം, ഐഡിയൽ ഗോൾ സെറ്റിംഗ് രീതി എന്താണ്, അത് നമ്മൾ പഠിപ്പിക്കും. സ്മാർട്ട് ആയിട്ടുള്ള ഗോൾ സെറ്റിംഗ് രീതി ഉണ്ട്. സ്മാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക്, മെഷറബിൾ, ആക്ഷൻ ഓറിയന്റഡ്, റിയലിസ്റ്റിക് ആൻഡ് ടൈം ബൗണ്ട്. ഇത് വ്യക്തമായിട്ട് പഠിപ്പിക്കും. ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക. അതിന് അടുത്തത് എന്താ, we need to create an action plan. Develop a concrete roadmap with specific steps, timelines, milestones to turn your vision to reality. അപ്പോൾ ലൈഫിന്റെ ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യണം. ഡേ 1 എന്താ ചെയ്യുന്നത്, ലൈഫ് പ്ലാൻ ക്രിയേഷൻ, ലൈഫ് വിഷൻ ക്രിയേഷൻ, ലൈഫ് ഗോൾ ക്ലാരിറ്റി വരുത്തുന്നു. നിങ്ങൾ ഇനി ചെയ്യേണ്ട ലൈഫ് മാക്സിമൈസേഷൻ ആദ്യം ചെയ്യേണ്ടത് ഈ 4 സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, 4 സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്യണം. ഇതിന് ഞാൻ ഹെൽപ്പ് ചെയ്യാൻ വില്ലിങ് ആണ്. ഓക്കെ, എൻ്റെ നേരിട്ടുള്ള ഹെൽപ്പ് നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നു നമ്മുടെ ആ ഒരു പ്രോഗ്രാം. ഐ വിൽ ഹെൽപ്പ് യു. ആർ യു എക്സൈറ്റഡ്? കുറെ ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്ത ആൾക്കാരുണ്ട്, അവരൊക്കെ എക്സൈറ്റഡാ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. ആഷിം ഈസ് എക്സൈറ്റഡ്. സോ ഈ പ്രോഗ്രാം എന്താണെന്ന് അറിയാത്തവരുണ്ടാവും കേട്ടോ. അവരോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, എന്താണ് ഓക്കെ ഓക്കെ അറിയാത്തവർക്ക് പറയുകയാണെന്ന് വെച്ചാൽ, പ്രോഗ്രാം 5 ദിവസത്തെ ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. മോർണിംഗിലാണ് നടക്കുന്നത്. 6:30 മുതൽ 7:30 വരെ, 8 മണി വരെ ഉണ്ടാവും പ്രോഗ്രാം. സോ 5 ദിവസത്തെ പ്രോഗ്രാം, ഓരോ ദിവസം 1.5 മണിക്കൂറിന്റെ കോച്ചിങ്. ആ പ്രോഗ്രാമിൽ നമ്മൾ എന്താ വെച്ചാൽ, ഞാൻ ഇന്നിവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്കവിടെ പഠിപ്പിച്ചു തരും. അപ്പോൾ നിങ്ങൾ ആ കോഴ്സിൽ ജോയിൻ ചെയ്താലും ഇല്ലെങ്കിലും ഇതാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ ഇന്ന് ശരിക്കും നിന്ന് കേൾക്കും. നിങ്ങളുടെ ലൈഫ് എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്സ് ഇതാണ്. ഓക്കെ, പക്ഷെ ഇതിന് ഡെപ്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ആ കോഴ്സിൽ പഠിപ്പിക്കും.
സോ അതിൽ ഡേ 1 ചെയ്യുന്ന കാര്യമാണ് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫ്, അധികം ആൾക്കാരുടെ ഒരു പ്രശ്നം അതാണ്, ആൾക്കാർക്ക് എങ്ങനെയാണ് അവരുടെ ഗോൾ സെറ്റ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ക്ലിയർ ആണോ പറഞ്ഞത്? സോ അവിടെ ലൈഫ് വീൽ എക്സസൈസ് ചെയ്യാനുണ്ട്, വിഷൻ ക്രിയേഷൻ ചെയ്യാനുണ്ട്, സ്മാർട്ട് ഗോൾ സെറ്റ് ചെയ്യാനുണ്ട്, ആക്ഷൻ പ്ലാൻസ് ക്രിയേറ്റ് ചെയ്യാനുണ്ട്. ആൻഡ് ദാറ്റ്സ് കോൾഡ് സെറ്റിംഗ് ദ ഫൗണ്ടേഷൻ ഫോർ എ മാക്സിമൈസ് ലൈഫ്. ലൈഫ് മാക്സിമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്കൊരു ഫൗണ്ടേഷൻ, ഒരു തറക്കല്ലിടണം. ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷൻ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? തകരും. നമുക്കൊന്നും കറക്റ്റായിട്ട് പോവില്ല. ആദ്യം തീരുമാനിക്കേണ്ടത് ഡിഫൈൻ വാട്ട് യു വാണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചെയ്യുന്നൊരു കാര്യമാണ് ഡിഫൈൻ വാട്ട് യു ഡോണ്ട് വാണ്ട്. നിങ്ങൾക്ക് എന്ത് വേണ്ടാത്തതുണ്ട്, നിങ്ങൾ എന്ത് സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാണ്, എന്ത് നിങ്ങൾ ചെയ്യില്ല. ഇതെല്ലാം എന്ത് ചെയ്യണം എന്നുള്ളത്, എന്ത് ചെയ്യില്ല എന്നുള്ളത് കൂടി ഡിഫൈൻ ചെയ്യണം. അങ്ങനെ നമ്മളിത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? സോ ഫൗണ്ടേഷൻ ഫോർ സക്സസ് എന്താണ്? ആ ഒരൊറ്റ കാര്യം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ ജേണിക്ക് വേണ്ടിയിട്ടുള്ള ക്രിട്ടിക്കൽ ഗ്രൗണ്ട് വർക്ക് കംപ്ലീറ്റ് ആവുന്നു. ആൻഡ് വിത്തൗട്ട് ക്ലിയർ വിഷൻ, ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നതിലൂടെ ക്ലിയർ വിഷൻ ഇല്ലാതെ, വെൽ ഡിഫൈൻഡ് ഗോൾ ഇല്ലാതെ, അധികം മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എന്ത് സംഭവിക്കും? സ്പിന്നിങ് ദർ വീൽസ്. അതിങ്ങനെ ചുമ്മാ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, വട്ടത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് എവിടെ എത്തൂല. സോ ദ ലൈഫ് വീൽ എക്സസൈസ് പ്രൊവൈഡ്സ് ഇമ്മീഡിയറ്റ് ക്ലാരിറ്റി. അപ്പോൾ ലൈഫ് വീൽ എക്സസൈസ് എന്ത് ചെയ്യും? നിങ്ങൾ ഇന്ന് എവിടെയാണോ നിൽക്കുന്നത് എന്നുള്ളതിന് ക്ലാരിറ്റി കിട്ടും. പക്ഷെ വിഷൻ ക്രിയേഷൻ പ്രോസസ് എന്ത് കേൾക്കും? നിങ്ങൾക്ക് എവിടേക്ക് പോകണം എന്നുള്ളത് കിട്ടും. സ്മാർട്ട് ബിഗ് ഗോൾസ് ബ്രിഡ്ജ് ദ ഗ്യാപ്പ് between dreams and reality, and your action plans ensures you have a concrete path forward. ആ ബ്രിഡ്ജിലൂടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു വഴി നമ്മൾ വെട്ടിയെടുത്തിട്ട് എന്ത് ചെയ്യും? നമ്മൾ അതിലൂടെ പോകും. മനസ്സിലുണ്ട്? ആ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ വേണ്ടി ഇതാണ് നമുക്ക് പ്ലാൻ എന്നുള്ള ക്രിയേറ്റ് ചെയ്തത്. സോ കീ ഔട്ട്കം എന്തായിരിക്കും? ഈ ഒരു ആ ഒറ്റ ഡേ 1 എന്ത് നിങ്ങൾക്ക് ലഭിക്കും? ബൈ ദ എൻഡ് ഓഫ് ഡേ 1 യു വിൽ ഹാവ് അബ്സല്യൂട്ട് ക്ലാരിറ്റി ഓൺ വേർ യു ആർ ഗോയിങ് ആൻഡ് എക്സാക്ട്ലി ഹൗ യു വിൽ ഗെറ്റ് ദർ. നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്, എങ്ങനെ അവിടെ എത്താം എന്നുള്ളതിൻ്റെ സൂപ്പർ ക്ലാരിറ്റി എന്ത് ചെയ്യും? 100% ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. മനസ്സിലാകുന്നുണ്ടോ? സോ അത് നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാവരും നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഇത് ചെയ്യാൻ ശ്രമിക്കുക ഡേ 1. സോ ഡേ 2 നമ്മൾ വെൽ പ്ലാൻഡ് ആണ്. ഡേ 2 എന്ന് പറയുന്നത് ഇതാണ്, മൈൻഡ് സെറ്റ് മാസ്റ്ററി. ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്നത് കംപ്ലീറ്റ്ലി ദ തീം എന്താണെന്ന് വെച്ചാൽ ബിൽഡ് തീം ഇന്നർ ഫൗണ്ടേഷൻ ടു മാച്ച് ഔട്ടർ ഗോൾസ്. നമ്മൾ ഗോൾ സെറ്റ് ചെയ്തു അല്ലേ? എന്നാൽ അതിലേക്ക് നമ്മുടെ ശരീരമോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സ്, എസ്പെഷ്യലി നമ്മുടെ മനസ്സ് ഇന്റേണലി, ആന്തരികമായിട്ട് നമ്മളുടെ ഉള്ള്, ഇതിനു വേണ്ടിയിട്ട് മാച്ചിങ് ആയിരിക്കില്ല അധികം ആൾക്കാർ. കാരണം ഇത്രയും കാലം ജീവിച്ചു പോകുന്നത് എന്തിലാണ്? ഒരു പ്രത്യേക രീതിയിലുള്ള മൈൻഡ് സെറ്റിലാണ്. എസ്വർണോ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇത്രയും കാലം നമ്മൾ ജീവിച്ചു പോന്നിരിക്കുന്നത്, നമ്മളുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? കംപ്ലീറ്റ്ലി നമ്മളുടെ മൈൻഡ് സെറ്റ്, നമ്മളിപ്പോൾ ഉള്ള ഒരാളുടെ മൈൻഡ് സെറ്റാണ്. നമുക്കൊരു പാറ്റേൺ ഉണ്ട്. ചിന്തിക്കുന്ന രീതിയിലുള്ള പാറ്റേൺ, ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള പാറ്റേൺ, സംസാരിക്കുന്ന രീതിയിലുള്ള പാറ്റേൺ, പ്രവർത്തികൾ ചെയ്യുന്ന രീതിയിലുള്ള പാറ്റേൺ. എന്നാൽ ഈ പാറ്റേണുകൾക്കൊക്കെ ഉള്ളിൽ ഒരു കാര്യം കാണാൻ പറ്റും, സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന ഒരു ഭയങ്കരമായിട്ടുള്ള സംഭവം. ആ സബ് കോൺഷ്യസ് മൈൻഡിനുള്ളിൽ നമുക്ക് എന്താണ് നടക്കുന്നത് നമുക്ക് അറിയില്ല. കാരണം അത് അബോധ മനസ്സാണ്. അതിന് ബോധ മനസ്സുമായിട്ട് കണക്ഷൻ കിട്ടുന്നതല്ല, അത് രണ്ട് സെപ്പറേറ്റാണ്. അപ്പൊ അവിടെ എന്താണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ രാവിലെ എണീക്കുന്നു, കാര്യങ്ങൾ എന്തൊക്കെയോ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യില്ല, അതല്ലാത്ത എല്ലാ കാര്യങ്ങളും ചെയ്യും. എത്ര പേർക്ക് അറിയാം? ഇത് പരിചയമുണ്ട്. ചെയ്യേണ്ട കാര്യം ചെയ്യില്ല, അതല്ലാത്ത വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട്. എസ്സാണോ? ഒന്ന് കമന്റ് ചെയ്തേ, ഞാൻ ഈ പറയുന്നത് കറക്റ്റാണ്. ചെയ്യേണ്ട കാര്യം ചെയ്യില്ല, അതല്ലാത്ത വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ കൂടുതൽ ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് രാവിലെ എണീറ്റ് പല്ല് തേക്കുക, കുളിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും, ഭക്ഷണം കഴിക്കുക, കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് ജോലിയുമായി ബന്ധപ്പെട്ട, ബിസിനസ്സുമായി ബന്ധപ്പെട്ട, പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട, എസ്പെഷ്യലി സ്വന്തമായിട്ട് ഫ്രീലാൻസ് വർക്കുകളോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ജോലി ഇല്ലാത്തവരോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ബിസിനസ് ഉള്ളവരുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. അവർ ചെയ്യേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ അവർ കറക്റ്റായിട്ട് ചെയ്യുന്നില്ല, അതല്ലാതെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഇതിന്റെ റീസൺ എന്താ? നിങ്ങളുടെ ഉപബോധ മനസ്സിനുള്ളിൽ ചെയ്യേണ്ട കാര്യങ്ങളും ആയിട്ടുള്ള ഉള്ളിൽ അതുമായി മാച്ച് ആവുന്ന കാര്യങ്ങളല്ല ഉള്ളത്. എന്തൊക്കെയോ കാര്യങ്ങൾ കയറി കൂടിയിട്ടുണ്ട്. ആ കാര്യങ്ങളാണ് നിങ്ങൾ നിയന്ത്രിക്കുന്നത്. നിങ്ങളുടെ ഉപബോധ മനസ്സ് അല്ലെങ്കിൽ അബോധ മനസ്സാണ് നിങ്ങളെ കംപ്ലീറ്റ്ലി നിയന്ത്രിക്കുന്നത്. ഓക്കെ, ചെയ്യാൻ വന്നിരുന്നാലും ഡിസ്ട്രാക്ഷൻ ആണ്, ഉറപ്പാണ് ഡിസ്ട്രാക്ഷൻ ഉണ്ടാകും. കാരണം എന്താണ്?
ഈ ലൈഫ് നമ്മൾ ഇപ്പോൾ സ്മോൾ ആയിട്ട് ലൈഫ് ജീവിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ബിലോ ആവറേജ് ലൈഫ് ജീവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ മൈൻഡിന്റെ കൺട്രോൾ ഉണ്ടാവില്ല. അവരുടെ മൈൻഡിന്റെ കൺട്രോൾ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താ വേണ്ടത്? വി ഹാവ് ടു വർക്ക് ഓൺ ഇറ്റ്. അതിന് വർക്ക് ചെയ്തിട്ട് മൈൻഡ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അവിടെയാണെന്ന് വെച്ചാൽ എന്ത് തരത്തിലുള്ള മൈൻഡ് സെറ്റാണ് നമുക്ക് വേണ്ടത്? നമുക്ക് വേണ്ടത് സക്സസ് മൈൻഡ് സെറ്റാണ്. മനസ്സിലാകുന്നുണ്ട്? സക്സസ് മൈൻഡ് സെറ്റ് നമുക്ക് വേണം. നമ്മുടെ ലൈഫിൽ നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് സക്സസ് മൈൻഡ് സെറ്റ് വേണം. എന്താ സക്സസ് മൈൻഡ് സെറ്റ്? സക്സസ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സക്സസ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ലൈഫിൽ ബിസിനസ്സോ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അത് വിജയിക്കണം എന്നുണ്ടെങ്കിൽ വിജയിച്ച ആൾക്കാരുടെ അതേ ബിലീഫ് സിസ്റ്റം നമുക്ക് വേണം. ആ മനസ്സിന്റെ അതേ ഫ്രെയിം വർക്ക് വേണം. അവരുടെ അൺകോൺഷ്യസ് മൈൻഡ് എങ്ങനെയാണുള്ളത് അതുപോലെ. അപ്പൊ അത് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കണം. മനസ്സിലാകുന്നുണ്ടോ? ചലഞ്ചസിനെയും അവസരങ്ങളെയും എങ്ങനെ അവർ കണ്ടെത്തുന്നത്, അവരുടെ സക്സസ് ആയിട്ടുള്ള ആൾക്കാരുടെ മൈൻഡ് സെറ്റ് എന്താ? അപ്പൊ നമ്മൾ ഡേ 2 ഒരു മൈൻഡ് മാസ്റ്ററി പ്രോഗ്രാമാണ് നമ്മൾ ചെയ്തത്. ലൈക്ക് വി വിൽ മാസ്റ്റർ ദ മൈൻഡ് സെറ്റ്. മനസ്സിലാകുന്നുണ്ടോ? മൈൻഡിനെയും മൈൻഡ് സെറ്റിനെയും നമ്മൾ മാസ്റ്റർ ചെയ്യും. ബിലീഫിനെ നമ്മൾ ചേഞ്ച് ചെയ്യും. ആർ യു എക്സൈറ്റഡ് ഫോർ ദാറ്റ്? ഐ ആം എക്സൈറ്റഡ് ഫോർ ദാറ്റ്. ബിക്കോസ് നിങ്ങൾ അത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ചാകും. നിങ്ങൾ വേറൊരു കൈൻഡ് ഓഫ് ലോകത്തേക്ക് യാത്ര തുടങ്ങും. നമ്മുടെ ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്തിട്ടാണ് ഒരുപാട് പേരുടെ നിങ്ങളുടെ മുൻപിലേക്ക് വരുന്ന എൻ്റെ സിസ്റ്ററിനായിട്ടുള്ള ഹാജിറ മാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഹാജിറ ശരിക്ക് ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്തിട്ടാണ് മൈൻഡ് സെറ്റ് മാസ്റ്ററി അറ്റൻഡ് ചെയ്തിട്ടാണ് കംപ്ലീറ്റ്ലി മൈൻഡ് ചേഞ്ച് ആയിട്ട് ഈ ഒരു പെർഫോമൻസിലേക്ക്, ഒരു സാധാരണ വീട്ടമ്മയായിട്ട് നിൽക്കുന്ന ഒതുങ്ങി പോകേണ്ട ഒരാളായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ആവുന്ന ഒരാളായിരുന്നു. ഷീ ചേഞ്ച്ഡ് ഹെർസെൽഫ് ലൈക്ക് കംപ്ലീറ്റ്ലി. അടുത്തത് സഫീന. പല പ്രോഗ്രാമുകളും ചെയ്തിട്ടുണ്ട് എങ്കിലും സഫീന ഈ ഒരൊറ്റ മൈൻഡ് സെറ്റ് മാസ്റ്ററി എന്ന് പറയുന്ന പാർട്ട് ചെയ്തപ്പോൾ കംപ്ലീറ്റ്ലി എന്തായി, ആൾ ചേഞ്ച് ആയി. അപ്പം അത് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാനുള്ള അവസരമാണ്. ഇന്ന് കൂടെ ഉണ്ട്. രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് 199. നാളെ മുതൽ എന്താണ് 399 കോഴ്സിന്റെ ഫീ വരിക കേട്ടോ. ഇന്ന് രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം? ഗൂഗിൾ പേ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 8086000775. ഓക്കെ. സോ ഒരു 199 രൂപയുള്ള എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും കുറച്ചുകൂടി ഒരുപാട് പേർക്ക് അറ്റൻഡ് ചെയ്യണത്? ഇപ്പോൾ വരുന്നൊരു അവസരമാണ്, പിന്നീട് വന്നോളന്നില്ല. സോ ഗ്രാബ് ഇറ്റ്. അടുത്തത് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ cultivate the ability to see failures. Cultivate the ability to see failures as a learning opportunities and embrace challenges as pathways to improve. അതായത് പരാജയങ്ങളെ നമുക്ക് ഗ്രോ ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് കാണാം. നമുക്ക് പരാജയങ്ങൾ വരും ഈ യാത്ര മുന്നോട്ട് പോകുമ്പോൾ. ലൈഫ് മാക്സിമൈസേഷൻ യാത്രയിൽ ഒരുപാട് പരാജയങ്ങൾ വരും. ഈ പരാജയങ്ങൾ നമുക്ക് എങ്ങനെ മറികടക്കും? അതിനെ നമുക്ക് പരാജയപ്പെടുമ്പോൾ ഒരു പേടിയല്ലേ? അധികം ആൾക്കാരുടെ പേടി എന്ന് വെച്ചാൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ള ഭയമുണ്ട്, പരാജയപ്പെടുക എന്നുള്ള ഭയമുണ്ട്, തുടങ്ങിയിട്ട് നിർത്തിപ്പോകുക ഭയമുണ്ട്, ഒന്നും ആവില്ല എന്നുള്ള ഭയമുണ്ട്. ഈ ഭയത്തെ നമ്മൾ അങ്ങനെ മറികടക്കും. യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് പലർക്കും ആഗ്രഹമുണ്ട്. ഇൻസ്റ്റഗ്രാം സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട് പലർക്കും. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണെന്നുണ്ട്. ബുക്കുകൾ എഴുതണമെന്നുണ്ട്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. ഒരുപാട് കാലങ്ങളായിട്ട് പലതും ചെയ്യണം, പലതും ആവണം, പലതും മാറണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതിലേക്ക് എത്താൻ പറ്റുന്നില്ല. ചില ആൾക്കാർക്ക് എന്താ വേണ്ടതെന്ന് അറിയില്ല. അത് വേണ്ടത് സെറ്റ് ചെയ്യുന്നതാണ് ഡേ 1. ഡേ 2 നമ്മൾ ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞിരിക്കുന്ന ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്? നിങ്ങൾക്ക് എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ്ലി ഗ്രോ ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണ് അവരുടെ ലൈഫിൽ ആ ഗ്രോത്തിന് വേണ്ടിയിട്ട് നിരന്തരം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും പ്ലാൻ ചെയ്യുകയും ചെയ്യും. അവർക്ക് സ്റ്റക്കായ ഒരു അവസ്ഥ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അവർ ഇന്നലെ ഉള്ളതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ട് ഗ്രോ ചെയ്യാൻ ശ്രമിക്കും. മറ്റുള്ളവരുമായിട്ട് കോമ്പറ്റീഷനോ മറ്റുള്ളവരായിട്ട് കമ്പാരിസൺ ഒന്നുമല്ല. ഇന്നലെയുള്ള എന്നെക്കാട്ടിലും ബെറ്റർ ആയിട്ട് മാറുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ട്. അത് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുക? ആ മൈൻഡ് സെറ്റ് നമുക്ക് വേണം.
ഗ്രോ ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ ഗോളുകൾ അച്ചീവ് ചെയ്താൽ അവിടേക്ക് എത്തുള്ളൂ. സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ അതേ കോപ്പി ചെയ്തിട്ടുള്ള മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് എന്താണോ കിട്ടിയ സക്സസ് നമുക്ക് ലഭിക്കും. ആൻഡ് ബിഗ് തിങ്കിങ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലേൺ ടു തിങ്ക് ബിഗർ, ടേക്ക് കാൽക്കുലേറ്റഡ് റിസ്ക് ആൻഡ് പൊസിഷൻ യുവർ സെൽഫ് ഫോർ എക്സ്പൊണൻഷ്യൽ റാദർ ദാൻ ഇൻക്രിമെന്റൽ ഗ്രോത്ത്. നമുക്ക് രണ്ട് തരത്തിലുള്ള ഗ്രോത്ത് ഉണ്ട്. ആ ഗ്രോത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫ് പെട്ടെന്ന് ചേഞ്ച് ചെയ്യണം താല്പര്യമുണ്ടോ? നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ ഉള്ളതിനെക്കാട്ടിലും വലിയൊരു ലെവലിലേക്ക് നിങ്ങൾക്ക് മാറണം, അത് പെട്ടെന്ന് ചേഞ്ച് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യം വേണം, കറേജ് വേണം. അതിന് ബോൾഡായിട്ടുള്ള ഡെസിഷൻസ് എടുക്കാൻ പറ്റും. മറ്റുള്ളവരെന്ത് ചിന്തിക്കും എന്നുള്ള ഭയം പാടില്ല. ആ ബോൾഡായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുമ്പോൾ തന്നെ അത് കാൽക്കുലേറ്റഡ് ആയിരിക്കണം, ചലഞ്ചിങ് ആയിരിക്കണം. ആ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നോ ഡൗട്ട് നമ്മൾ എന്ത് ചെയ്യും? കംപ്ലീറ്റ്ലി വേറെ ലെവലിലേക്ക് പോകും. ആൻഡ് ദിസ് വിൽ ചേഞ്ച് യുവർ ലൈഫ്. മനസ്സിലാവുന്നുണ്ടോ? ദാറ്റ് വിൽ കംപ്ലീറ്റ്ലി ചേഞ്ച് യുവർ ലൈഫ്. നിങ്ങൾ എന്താ വേണ്ടത്? നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിലേക്ക് കംപ്ലീറ്റ്ലി വേറെ ലെവലിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാര്യങ്ങൾ ചെയ്തു വരാൻ പറ്റും. സോ ബിഗ് തിങ്കിങ് മൈൻഡ് സെറ്റ് വേണം. നെക്സ്റ്റ് എന്താണ് പറയാനുള്ളത്? അതുകൊണ്ട് തന്നെ ആ ബിഗ് തിങ്കിങ് മൈൻഡ് സെറ്റിൽ നമ്മൾ തിരിച്ചറിയണം. ഇത്രയും മൈൻഡ് സെറ്റ് നമുക്ക് എന്തുകൊണ്ട് സക്സസിന് ഇന്നർ ഗെയിം ഓഫ് സക്സസ് ഉണ്ട്. സക്സസിന്റെ ഒരു ഇന്നർ ഗെയിം ഉണ്ട്. അത് ഡേ 2 കംപ്ലീറ്റ്ലി നമ്മൾ മനസ്സിലാക്കും. വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരു ഇന്നർ ഗെയിം ഉണ്ട്. യുവർ മൈൻഡ് സെറ്റ് ഡിറ്റർമൈൻസ് യുവർ റിസൾട്ട്സ് മോർ ദാൻ എനി എക്സ്റ്റേണൽ ഫാക്ടർ. എന്തെങ്കിലും എക്സ്റ്റേണൽ ഫാക്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ എക്സ്റ്റേണൽ ഫാക്ടറിനെക്കാട്ടിലും എന്താണ് ഡേ 2 എന്താ ചെയ്യുന്നത്? ഡേ 2 ഫോക്കസ് ഓൺ റീറൈറ്റിംഗ് യുവർ മെന്റൽ റീപ്രോഗ്രാമിംഗ് ടു അലൈൻ വിത്ത് യുവർ അംബിഷ്യസ് ഗോൾസ്. കംപ്ലീറ്റ്ലി മെന്റൽ പ്രോഗ്രാമിംഗ് എന്ത് ചെയ്യും? നമ്മുടെ അംബിഷ്യസ് ആയിട്ടുള്ള ഗോളുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ സക്സസ് മൈൻഡ് സെറ്റ് ഗിവ്സ് യു ദ കോൺഫിഡൻസ് ടു പെർസ്യൂ ഗോൾസ് പെർസ്യൂ ചെയ്യാനുള്ള ആ കോൺഫിഡൻസ് ഉണ്ടല്ലോ, ആത്മവിശ്വാസം ഉണ്ടല്ലോ, ഇതിനെ കൊണ്ട് പറ്റും, ഇതിനെ കൊണ്ട് നേടിയെടുക്കാൻ പറ്റും എന്നുള്ള ആ ഒരു കൈൻഡ് ഓഫ് മൈൻഡ് സെറ്റ് അത് നമുക്ക് ആവശ്യമാണ്. ആൻഡ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് എൻഷുവേഴ്സ് യു ലേൺ ഫ്രം എവറി എക്സ്പീരിയൻസ്. ഗ്രോത്ത് മൈൻഡ് സെറ്റ് നിങ്ങൾ എന്ത് ചെയ്യും? എല്ലാ എക്സ്പീരിയൻസിൽ നിന്നും ലേൺ ചെയ്യാനുള്ള ഒരവസരം ഉണ്ടാക്കി തരും, ആ ഒരു ഫീലിംഗ് ഉണ്ടാക്കി തരും. ആൻഡ് ബിഗ് തിങ്കിങ് മൈൻഡ് സെറ്റ് എക്സ്പാൻഡ്സ് വാട്ട് യു ബിലീവ് ഇസ് പോസിബിൾ. ബിഗ് തിങ്കിങ് മൈൻഡ് സെറ്റ് എന്താണ്? നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് കംപ്ലീറ്റ്ലി പോസിബിൾ ആണ് എന്നുള്ള ഒരു ബിലീഫ് നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഉണ്ടാക്കി തരും. സോ ദീസ് 3 മൈൻഡ് സെറ്റ് പില്ലേഴ്സ് വർക്ക് ടുഗദർ ടു ക്രിയേറ്റ് an unstoppable mental foundation that supports sustained high performance and breakthrough results. അതായത് നമ്മുടെ ഈ ഒരു 3 മൈൻഡ് സെറ്റും നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു അൺസ്റ്റോപ്പബിൾ മെന്റൽ ഫൗണ്ടേഷൻ ഉണ്ടാവും. തകർക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു മെന്റൽ ഫൗണ്ടേഷൻ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള മെന്റൽ ഫൗണ്ടേഷൻ ആൻഡ് സപ്പോർട്ട്സ് ഹൈ പെർഫോമൻസ് ആൻഡ് ബ്രേക്ക് ത്രൂ. അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുക? ആ മൈൻഡ് സെറ്റ് നമ്മൾ എന്ത് ചെയ്യും? ഹൈ പെർഫോമൻസ് പുറത്തെടുക്കും. നോക്കിയോ, ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാർ വെറും 199 രൂപയാണ് അടക്കുന്നത് എങ്കിലും മിനിമം ഒരു, ഞാൻ പറയാ, അതിന്റെ പൊട്ടൻഷ്യൽ എത്രത്തോളം അതിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് അതിലെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 199 അല്ല, മിനിമം 2 lakhs 20 lakhs ഒക്കെ റവന്യൂ ജനറേറ്റ് ചെയ്യാനുള്ള, ഈവൻ 2 കോടിയുടെ റവന്യൂ ജനറേറ്റ് ചെയ്യാനുള്ള സീക്രട്സുകൾ അതിൽ പറയുന്നുണ്ട്. ഞാനത് എന്തുകൊണ്ട് പറയുന്നു? നിങ്ങൾ അതിലേക്ക് വന്നു നോക്കുക. പക്ഷെ നിങ്ങളാണ് അത് തീരുമാനിക്കേണ്ടത്. എത്ര ആ അറിവ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എത്ര ഉണ്ടാക്കണം, നിങ്ങൾക്ക് എന്ത് നേടിയെടുക്കണം, നിങ്ങളുടെ ലൈഫ് എങ്ങനെ ചേഞ്ച് ചെയ്യണം. സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടും ആണ് ഈ പ്രോഗ്രാം. റിച്ചായ ആൾക്കാർ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കേണ്ട. ഓക്കെ, നിങ്ങൾക്ക് 2000, 5000, 10,000, 3000 ഒക്കെ പേ ചെയ്യാൻ കഴിയുന്ന ആൾക്കാർ ഇതിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല. അതല്ലാത്ത സാധാരണക്കാരായ ആൾക്കാർക്ക് വേണ്ടിയിട്ട് കൂടെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലും കൂടിയാണ്. സോ പേ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇപ്പം തന്നെ പേ ചെയ്തോളൂ.
ഓക്കെ, അപ്പോൾ ഉടൻ തന്നെ പേ ചെയ്യുക, അവസരം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡേ 3 എന്താണ് പഠിപ്പിക്കുന്നത്? ഡേ 3 നമ്മൾ പഠിപ്പിക്കുന്നത് എസെൻഷ്യൽ സ്കിൽസ് ആയിട്ട് ലൈഫ് സ്കിൽ. നിങ്ങൾ ഇതാണ് പഠിക്കേണ്ടത്. നിങ്ങളുടെ ലൈഫ് മാക്സിമൈസ് ചെയ്യണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് തന്നെ ഇവിടെ പറഞ്ഞു തരാണ്, ആ വഴി പറഞ്ഞു തരാം. നിങ്ങൾക്ക് മാക്സിമൈസ് ചെയ്യണം, നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? ലൈഫിന്റെ വിഷൻ ആൻഡ് ഗോൾ ക്ലാരിറ്റി, എന്താണ് വേണ്ടത് എന്നുള്ളതിന്റെ ഗോൾ ക്ലാരിറ്റി ക്രിയേറ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് ഫൗണ്ടേഷൻ ഫോർ സക്സസ്. ഓക്കെ, സെക്കൻഡ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്കിത് സ്വയം ചെയ്യാം. സ്വയം ചെയ്യും. ഇങ്ങനെ ഒരു കോഴ്സിൽ വരാൻ താല്പര്യമില്ല, സ്വയം ചെയ്യും. സക്സസ് മൈൻഡ് സെറ്റ്, ഗ്രോത്ത് മൈൻഡ് സെറ്റ്, ബിഗ് തിങ്കിങ് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുക. ഓക്കെ, തേർഡ് ഡേയിൽ അതായത് അതിന് ഇന്നർ ഗെയിം പൂർത്തിയാക്കുക. തേർഡ് ഡേയിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നിങ്ങൾക്ക് ഇതിനൊക്കെ നിങ്ങൾക്ക് വർക്ക് ബുക്ക് തരും കേട്ടോ. ജസ്റ്റ് 199 രൂപയ്ക്ക് ഫ്രീ ആയിട്ട് ഇത് പഠിപ്പിച്ചു പോകല്ല, നിങ്ങൾക്ക് ഇതിന് ഞാൻ വർക്ക് ബുക്കും തരും. ഐ വിൽ ഗിവ് യു വർക്ക് ബുക്ക്. സോ ദിസ് ഇസ് എ റിയൽ ക്വാളിറ്റി പ്രോഗ്രാം. എനിക്ക് പ്രാന്താണെന്നാണ് എൻ്റെ ടീം മെമ്പേഴ്സ് പറയുന്നത്. ഓക്കെ, എന്താണ് നിങ്ങൾക്ക് പറ്റിയത്? രാവിലെ എണീറ്റിട്ട് എന്തൊക്കെയാണ് ഈ ആലോചിക്കുന്നത്, എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നതിനോട് 199 രൂപയ്ക്ക് ഈ കോഴ്സ് വയ്ക്കാൻ. മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ ടീം മെമ്പേഴ്സ് പറയാണ് നിങ്ങൾക്ക് പ്രാന്താണ്. 21,000 രൂപയ്ക്ക് വിറ്റിരുന്ന കോഴ്സാണ് 199 രൂപ കൊടുക്കുന്നത്. എന്തോ ഭ്രാന്തുണ്ടെന്ന് വിചാരിച്ചോ? ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? പരമാവധി ഉപയോഗിക്കാൻ ശ്രമിക്കുക. എനിക്ക് എന്താ വെച്ചാൽ കുറെ ആൾക്കാരെ നന്നാക്കണം എന്നുള്ള ഭ്രാന്തുണ്ട്. ആ ഭ്രാന്ത് എന്ന് വെച്ചാൽ ഈ പ്രോഗ്രാമിന്റെ ആക്ച്വൽ പേരെന്താണെന്ന് അറിയോ? സീറോ ടു ഹീറോ എന്നുള്ളതാണ്. വളരെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ വളരെ കഷ്ടപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ സീറോയിൽ നിന്ന് ഹീറോയിലേക്ക് എത്തിക്കുക. ഐ വാണ്ട് മേക്ക് ദം ടു അച്ചീവ് ലോട്ട് ഓഫ് തിങ്സ്. സോ ദിസ് ഇസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. ഈ ഒരു 5 ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക? ഉപയോഗപ്പെടുത്തുക. ദിസ് ഈസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ യു. ഓക്കെ, സോ ടൈം. അടുത്തെന്താ പറയുള്ളത്? എസെൻഷ്യൽ ലൈഫ് സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അടുത്ത പറയുന്നത് എസെൻഷ്യൽ ലൈഫ് സ്കിൽ. ലൈഫ് സ്കിൽ എന്താ? ലൈഫ് സ്കില്ല് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും സ്കിൽസ് ആയിട്ട് നമ്മൾ പഠിക്കണം, എന്നാലേ നമുക്ക് അവിടേക്ക് എത്താൻ പറ്റുള്ളൂ. നേരത്തെ പറഞ്ഞിരിക്കുന്ന ലൈഫ് മാക്സിമൈസേഷനിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമില്ല. ഒന്ന് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആയിട്ട് മാസ്റ്റർ ദ ആർട്ട് ഓഫ് ക്ലിയർ പെർസ്വാസീവ് കമ്മ്യൂണിക്കേഷൻ ദാറ്റ് ബിൽഡ് റിലേഷൻഷിപ്പ്. അപ്പൊ ഈ പ്രോഗ്രാം എന്താണ്? കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമ്മൾ പഠിപ്പിക്കും. ഇൻഫ്ലുവൻസസ് എന്താണ്, എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആൾക്കാരോട് സംസാരിക്കേണ്ടത്, സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അവരുടെ ബന്ധം എങ്ങനെയാണ് ബിൽഡ് ചെയ്യേണ്ടത്, അവസരങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അവിടേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരിക്കണം. അടുത്തത് നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് മോഡൽസ്. ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് മോഡൽസ്. ഈ പ്രോബ്ലം സോൾവിംഗ് മോഡൽസ് എങ്ങനെ നമ്മൾ ചെയ്യും? ലേൺ സിസ്റ്റമാറ്റിക് അപ്രോച്ച് ടു മേക്കിംഗ് ബെറ്റർ ഡിസിഷൻ. അത് നമ്മൾ യാത്ര പോകുമ്പോൾ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകും. ആ പ്രശ്നങ്ങൾ വരുമ്പം ആ പ്രോബ്ലത്തെ എങ്ങനെ നമ്മൾ സോൾവ് ചെയ്യും, അത് നമ്മളവിടെ പഠിപ്പിക്കുക. എങ്ങനെയാണ് സോൾവ് ചെയ്യുക, കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരിക്കും, ആൻഡ് ദെൻ ടൈം ആൻഡ് എനർജി മാനേജ്മെന്റ്. നമുക്ക് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കണം എന്നുണ്ടെങ്കിൽ നല്ല എനർജി വേണം. 2 റിസോഴ്സാണ് നമുക്കുള്ളത്. എന്താണെന്നറിയോ? നമ്മുടെ സമയം, നമ്മുടെ എനർജി. 2 റിസോഴ്സാണ് ഒരു മനുഷ്യനുള്ളത്. 2 അസറ്റാണ് ഉള്ളത്. ഒരാളുടെ സമയവും അയാളുടെ എനർജിയും. നിങ്ങൾ നല്ല വലിയ സ്വപ്നങ്ങൾ കാണണം, അതിലേക്ക് നിങ്ങൾക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? നിങ്ങളുടെ എനർജി എപ്പോഴും ഹൈ ആക്കണം. അതിനുവേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എനർജി ഇല്ലെങ്കിലും, കാരണം പലരുടെയും പ്രശ്നം എന്താ? എനർജി കറക്റ്റ് അല്ല. എനർജി ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ അവർ ഡൗൺ ആവും. ശരിയാണോ? അപ്പൊ നമ്മുടെ ഗോളിലേക്ക് എക്സൈറ്റ് ചെയ്യിക്കുന്ന എനർജി എങ്ങനെ നമുക്ക് പ്രോഗ്രാം ചെയ്തെടുക്കാം? ഗോളിലേക്ക് തന്നെ എക്സൈറ്റ് ചെയ്യുന്ന എനർജി എങ്ങനെ പ്രോഗ്രാം ചെയ്യാം? അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കുള്ള സാധനമാണ് എന്ത്? ഗോളിലേക്ക് എക്സൈറ്റ് ചെയ്യുന്ന എനർജി ബിൽഡ് ചെയ്തെടുക്കാം. പ്ലസ് നിങ്ങളുടെ ടൈം മാനേജ്മെന്റ് എങ്ങനെ ചെയ്യും? ഹൗ യു പ്ലാൻ യുവർ ടൈം.
ഇഫക്റ്റീവ് ആയിട്ട് നിങ്ങളുടെ ടൈം പ്ലാൻ ചെയ്യണം. ഒരു ദിവസം എന്ത് ചെയ്യും, എന്ത് ചെയ്യില്ല. വി ക്രിയേറ്റ് എ ചെക്ക് ലിസ്റ്റ്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ, ചെക്ക് ലിസ്റ്റ്, ആൻഡ് ദെൻ ലേണിംഗ് ഹൗ ടു ലേൺ. അടുത്തൊരു സാധനം, ആരും വിജയിക്കണമെന്നുണ്ടെങ്കിൽ പഠിക്കണം. ലൈഫ് മാക്സിമൈസേഷനിൽ പഠിക്കണം. ഒരു 15 മെത്തേഡ് ഓഫ് ലേണിംഗ് ഉണ്ട്. അത് നമ്മൾ കറക്റ്റായിട്ട് എന്ത് വെച്ചാൽ അതിൽ ഡിസ്കസ് ചെയ്യും. ലേണിംഗ് ഹൗ ടു ലേൺ, പഠിക്കുക. അപ്പം അത് ഇതിൽ നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യാം, അത് പഠിച്ചെടുക്കാം. റെഡിയാണോ? ആർ യു എക്സൈറ്റഡ്? ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത ആൾക്കാർ എക്സൈറ്റഡ് ആണോ? ഇതെല്ലാം എങ്ങനെയായിരിക്കും, എന്തെല്ലാം ആയിരിക്കും? ആർ യു എക്സൈറ്റഡ്? ഓൾറെഡി ജോയിൻ ചെയ്ത ആൾക്കാരുണ്ട്, എക്സൈറ്റഡ് ആണോ? ജസ്റ്റ് കമന്റ് ഓൺ. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്ത്. ജോയിൻ ചെയ്തിട്ട് ഒരുപാട് പേരുണ്ട്. തഹസി, യെസ് ആയിഷ, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്, കൺഗ്രാറ്റുലേഷൻ. സഫാന, കൺഗ്രാറ്റുലേഷൻ. GPay നമ്പർ ഒന്ന് കൊടുക്കൂ. 808680. ഇതാണ് GPay നമ്പർ. ഇതാണ് ഗൂഗിൾ പേ നമ്പർ കേട്ടോ. ഒരു 199 രൂപയുള്ളൂ. അവസരം ഉപയോഗപ്പെടുത്തുക. ഓക്കെ, അടുത്തത് ഡേ 4, സ്ട്രാറ്റജീസ് ഫോർ ഫാസ്റ്റ് റിസൾട്ട്. ഫാസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടാൻ ഷോർട്ട് കട്ടുകൾ എന്താ? ലേൺ ഹൗ അച്ചീവേഴ്സ് ഗെറ്റ് അഹെഡ് ക്വിക്കർ. അതായത് ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചില ആൾക്കാരെ പെട്ടെന്ന് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്നു. എന്തുകൊണ്ടാണ് ചില ആൾക്കാർ ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്നു? സ്ട്രഗിൾ ചെയ്യാതെ നമുക്ക് ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് എങ്ങനെ റിസൾട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും? ആ ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാനുള്ള മെത്തേഡുകളാണ് അവിടെ പഠിക്കുന്നത്. സീക്രട്സുകൾ, സക്സസ് സീക്രട്സുകൾ. അവിടെ നമ്മളെന്ന് വെച്ചാൽ ലെവറേജ് ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. ലെവറേജ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. എന്താ ലെവറേജ്? ലെവറേജ് എന്ന് പറയുന്നത് കുറഞ്ഞ ചെലവിൽ കൂടുതൽ റിസൾട്ട് എങ്ങനെ ഉണ്ടാക്കാം, കുറഞ്ഞ എഫേർട്ടിൽ കൂടുതൽ, കുറഞ്ഞ സമയത്തിനുള്ളിൽ, കുറഞ്ഞ ചിലവിൽ, കുറഞ്ഞ അധ്വാനത്തിൽ കൂടുതൽ റിസൾട്ട് എങ്ങനെ ഉണ്ടാക്കാം. അതിനുവേണ്ട ചില ടെക്നിക്കുകളുണ്ട്, ചില സിസ്റ്റംസ് ഉണ്ട്, ചില രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഉയരാൻ പറ്റും. മനസ്സിലാകുന്നുണ്ടോ? ലെവറേജ് ചെയ്യുക. അടുത്ത എന്താണ്? മോഡലിംഗ് സക്സസ്. അത് പഠിപ്പിക്കും. അതൊക്കെ ഒരു സീക്രട്ടാണ്, ഞാൻ ഫുള്ളായിട്ട് പറയില്ല. ഞാനിപ്പോൾ അത് പറയൂല. നിങ്ങൾ സീരിയസ് ആയിട്ട് പേയ്മെന്റ് അടച്ച് വന്നാൽ തന്നെ പറയൂ. വേറെ 199 രൂപയുള്ളൂ. നിങ്ങൾക്ക് അത് അടക്കാനാവില്ലെങ്കിൽ അടക്കണ്ട. അത്ര എനിക്ക് പറയാനുള്ളത്. നിങ്ങളത് പഠിക്കണ്ട. ഓക്കെ, സീരിയസ് ആയിട്ട് ഇത് പഠിക്കുക എന്നിട്ട് നിങ്ങളുടെ ലൈഫ് ഒന്ന് ചേഞ്ച് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ പേയ്മെന്റ് എന്തെങ്കിലും ഒന്ന് കൊടുത്ത ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവും. ഓക്കെ, ചെറിയ പേയ്മെന്റ് ആണെങ്കിലും ചെറിയൊരു കമ്മിറ്റ്മെന്റ് എങ്കിലും ഉണ്ടാവും. സോ അവിടെ നമുക്ക് ആവശ്യമുള്ള കുറേ സംഗതികളുണ്ട്. ഓക്കെ, ഈ മോഡലിംഗ് സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ അവരുടെ ലൈഫിൽ ഉപയോഗിച്ചുള്ള സ്ട്രാറ്റജീസ്, ഹാബിറ്റ്സ്, തിങ്കിങ് പാറ്റേൺ ഉണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക? അതേപോലെ അത് മോഡൽ ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് മനസ്സിലാക്കുക, അത് അപ്ലൈ ചെയ്യുക. നെക്സ്റ്റ്, എക്സിക്യൂഷൻ സ്ട്രാറ്റജീസ്. മാസ്റ്റർ ദ ആർട്ട് ഓഫ് ടേണിംഗ് പ്ലാൻസ് ഇൻ ടു റിസൾട്ട് ത്രൂ പ്രൂവൺ ഇംപ്ലിമെന്റേഷൻ ഫ്രെയിംവർക്ക് ആൻഡ് അക്കൗണ്ടബിലിറ്റി സിസ്റ്റം. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആർട്ട് ഓഫ് ടേണിംഗ് പ്ലാൻസ് ഇൻ ടു, അതായത് എക്സിക്യൂഷൻ സ്ട്രാറ്റജീസ്. നമ്മൾ അവിടെ ഗോളുകൾ സെറ്റ് ചെയ്ത് പറഞ്ഞല്ലോ, അത് ആക്ച്വലി എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്രെയിംവർക്ക് ഉണ്ടാക്കണം. വളരെ ഫാസ്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി റോഡ് ബ്ലോക്സുകൾ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡുകൾ ക്രിയേറ്റ് ചെയ്യണം. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യും? ഡേ 4 നമ്മൾ ചെയ്യും. ദെൻ ഡേ 5 വരും. അവിടെയുള്ള ഡേ 4ന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ആക്സലറേഷൻ അഡ്വാൻറ്റേജ് ആണ്. ഡേ 4 റിവീൽസ് ദ സീക്രറ്റ്സ് ദാറ്റ് സെപ്പറേറ്റ്സ് ഹൈ അച്ചീവേഴ്സ് ഫ്രം എവരി വൺ എൽസ്. ഹൈ അച്ചീവ്മെന്റ് അച്ചീവ് ചെയ്താൽ മാത്രം പോരാ, അതിന്റെ വെലോസിറ്റി കൂടുതലാണ്, ഫാസ്റ്റ് ആയിരിക്കണം, പെട്ടെന്ന് റിസൾട്ട് കിട്ടണം. അപ്പോൾ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്ന രൂപത്തിൽ അതിന് കുറേ മെത്തേഡുകളുണ്ട്. അത് നല്ല ധൈര്യത്തോടു കൂടി മുന്നോട്ട് ഇറങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. So it's about working smarter and leveraging proven strategies that compound your efforts. സ്മാർട്ട് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്, ഹാർഡ് വർക്ക് ചെയ്തിട്ട് കാര്യമില്ല.
ഗോളിലേക്ക് വേണ്ടിയിട്ട് ഗോളൊക്കെ പറ്റിയത്, പക്ഷെ ഹാർഡ് വർക്ക് അല്ല ചെയ്യേണ്ടത്, അവിടെ സ്മാർട്ട് വർക്ക് ചെയ്യണം. ഈ സ്മാർട്ട് വർക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? അവിടെ സ്പീഡ് കൂടണം. അതിനെന്താ ചെയ്യാൻ പറ്റുക? ആ ഗ്രോത്തിന്റെ സ്പീഡ് കൂടണം. അതിനുള്ള കുറേ ടെക്നിക്കുകൾ പഠിപ്പിക്കുന്നുണ്ട്. സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ അപ്ലൈ ചെയ്യുന്ന ടെക്നിക്കുകളുണ്ട്. ഓക്കെ, ആ ടെക്നിക്കുകൾ എന്താ വെച്ചാൽ നിങ്ങൾ പഠിക്കണം. നിങ്ങൾ വിചാരിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് വലിയ ലൈഫ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? നിങ്ങളുടെ അടുത്ത് പണം വേണം എന്നല്ലേ പറയുന്നത്? പക്ഷേ പണം ഇല്ലെങ്കിൽ ഒന്നും നടക്കൂല. ശരിയല്ലേ? ഞാൻ പറയും നിങ്ങളുടെ അടുത്ത് പണം വേണ്ട. നിങ്ങൾക്ക് പണം ഉണ്ടായാൽ മതി, നിങ്ങളുടെ കാര്യങ്ങൾ നടക്കാൻ പണം ഉണ്ടായാൽ മതി, പക്ഷെ നിങ്ങളുടെ കയ്യിൽ പണം വേണ്ട. അപ്പൊ അവിടെ ലെവറേജിങ് ചെയ്യണം. വിജയിക്കുന്ന ആൾക്കാർ ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ഓക്കെ, നമ്പർ സ്ക്രീനിൽ കാണിക്കാമോ? നമ്പർ സ്ക്രീനിൽ കാണിക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ഐ വിൽ ഷോ യു. ഓക്കെ, പോസിബിൾ ആണെങ്കിൽ ഞാൻ ഷോ ചെയ്യാം. Yeah. So, fine. ഇനി ഇതിലും വലുതായിട്ട് കാണിക്കാൻ കഴിയില്ല, അപ്പോൾ ഞാനത് കാണിക്കാം. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? 8086880775 കേട്ടോ. 80 ആണ് കേട്ടോ, അത് 88 അല്ല. അത് ആ ഫോണ്ടിന്റെ പ്രത്യേകതയാണ്. ഓക്കെ, ഞാൻ ഇനി അത് ഫോണ്ട് ഒന്ന് മാറ്റാൻ പറ്റുന്ന ഫോണ്ട് മാറ്റാൻ കഴിയില്ലുണ്ടാവില്ല. ഓക്കെ, അപ്പൊ 0 ആണ്. 8086880775. ഇതാണ് നമ്പർ. ഇതാണ് ഗൂഗിൾ പേ നമ്പർ. 8086 880775. ഓക്കെ, സോ എന്താണ് വേണ്ടത്? ഗ്രോ ചെയ്യാൻ വേണ്ടി നമ്മുടെ കയ്യിൽ പണം വേണമെന്നില്ല, മറ്റുള്ളവരുടെ. അപ്പോൾ അത് എങ്ങനെയാണ് ബിൽഡ് ചെയ്യുക? അതിന്റെ സ്മാർട്ട് വർക്ക് എന്താണ്? മറ്റുള്ളവരുടെ പണം ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് വളരാൻ പറ്റും? അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി എങ്ങനെ വളരാൻ പറ്റും? ഒരുപാട് ആൾക്കാരുടെ സഹായം ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് വളരും. ഓക്കെ, അപ്പൊ സ്പീഡ് എന്തുകൊണ്ട് ആവശ്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൊമെന്റം ബിൽഡ് കോൺഫിഡൻസ്. നമുക്ക് സ്പീഡിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവും. മോട്ടിവേഷൻ കുറച്ചുകൂടെ കൂടും പെട്ടെന്ന് റിസൾട്ട് ഉണ്ടായാൽ. പെട്ടെന്ന് ഫീഡ്ബാക്ക് കിട്ടിക്കഴിഞ്ഞാൽ പഠനം പെട്ടെന്നാകും. ഏർലി റിസൾട്ട് അട്രാക്ട് റിസോഴ്സസ്. നമുക്ക് തുടക്കത്തിൽ റിസൾട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരും. അപ്പോൾ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് നടക്കണം. അധികം ആൾക്കാരും സ്ട്രഗിൾ ചെയ്യുന്ന റീസൺ എന്താ മനസ്സിലായോ? ഞാനിപ്പോൾ പറഞ്ഞ പോയിന്റ് ശരിക്കും ശ്രദ്ധിക്കണേ. അധികം ആൾക്കാരും, ഇപ്പം ഞാൻ ജിമ്മിൽ പോകും, വർക്കൗട്ട് ചെയ്യും, ഞാൻ ലെവറേജ് ഉപയോഗിക്കാറുണ്ട്. ഞാനൊരു ജിം ട്രെയിനറെ ഹയർ ചെയ്യും, അല്ലെങ്കിൽ എൻ്റെ കൂടെ വയ്ക്കും. അപ്പം എന്താ സംഭവിക്കുക? പെട്ടെന്ന് റിസൾട്ട് ഉണ്ട്. ഞാൻ എപ്പോഴും ട്രെയിനിങ് ചെയ്തിട്ടുള്ളത് ടീം വെച്ചിട്ടാണ്, ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാറില്ല. എനിക്ക് സെല് ചെയ്യാൻ ടീമുണ്ട്, പ്രൊമോട്ട് ചെയ്യാൻ ടീമുണ്ട്, ടീമിനെ മാനേജ് ചെയ്യാൻ ഒരാളുണ്ട്. ഓക്കെ, ഞാൻ കുറേ ട്രെയിനേഴ്സ് ഉണ്ട്, അതൊന്നും ഇല്ലാതെ വരും. അപ്പോൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു കൊളാബറേറ്റ്, വി ഹാവ് ടു വർക്ക് വിത്ത് അതർ പീപ്പിൾ. മറ്റുള്ളവരുമായിട്ട് വർക്ക് ചെയ്യണം. മനസ്സിലാകുന്നുണ്ടോ? വി ഹാവ് ടു കൊളാബറേറ്റ്. അപ്പോൾ അത് നിങ്ങളുടെ ലൈഫിൽ വലിയ ഗ്രോത്ത് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു കൊളാബറേറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്ന ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, ഒരു സംഗതികളാണ് ലെവറേജിംഗ് എന്ന് പറയുന്നത്. അങ്ങനെയാകുമ്പോൾ എന്താ സംഭവിക്കുക? നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമ്പോഴേ നിങ്ങളുടെ കോൺഫിഡൻസ് കൂടുകയുള്ളൂ. ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് കൂടും. ഇത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് റിസൾട്ട് കിട്ടണം. സ്ലോ റിസൾട്ട് ആണെങ്കിൽ മോട്ടിവേഷൻ നഷ്ടപ്പെടും. കുറച്ച് ദിവസം ഉണ്ടാവും, പിന്നെ ആവശ്യം ഉണ്ടാവില്ല. അപ്പം അത് മറികടക്കാൻ എന്താ വേണ്ടത്? പെട്ടെന്ന് റിസൾട്ട് കിട്ടണം. അതിന് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കുറച്ചുകൂടെ ഫാസ്റ്റ് ആവണം കാര്യങ്ങൾ. ഞാൻ പറയുന്നത് പെട്ടെന്നുള്ളൊരു വളർച്ചയല്ല. ഓക്കെ, പെട്ടെന്നുള്ള വളർച്ച വന്നിട്ട് തകരാന്നുള്ളതല്ല. റിസൾട്ട് ചെറുതായിക്കോട്ടെ, ആ റിസൾട്ട് കാണണം. അത് ഫാസ്റ്റ് ആയിരിക്കും. പറഞ്ഞോ, അല്ല പ്ലാനിങ്ങുമായിട്ട് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കൂല. യെസ്, ഇന്നലെ തന്നെ ഞാൻ ഈ പ്രോഗ്രാം എങ്ങനെയാണ്
റിസൾട്ട് ക്രിയേറ്റ് ചെയ്തത്. പ്രോഗ്രാമിലേക്ക് രജിസ്ട്രേഷൻ അത്യാവശ്യം നല്ല രജിസ്ട്രേഷൻ കയറിയിട്ടുണ്ട്. പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞു, സാർ 2 തീയതി വരെ പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ. അപ്പോൾ ആ 2 ഡേയ്സിലേക്കുള്ള ടൈമാണ് തന്നത്. ഇനി ഇവിടെ നിങ്ങൾ 3rd ഡേ ഓൺവേർഡ്സ് 399 രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യാൻ ഇതിലേക്ക് വരിക. ആ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച സ്ട്രാറ്റജി എന്താണ്, നിങ്ങളത് ശ്രദ്ധിക്കണം. ഓക്കെ, സോ ദ മൾട്ടിപ്ലയർ എഫക്ട്. ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്? ഈ ഒരു സെഷൻ ഡേ 4ലുള്ള സെഷൻ ഉണ്ട്. വെൻ യു കമ്പൈൻ ലെവറേജ് വിത്ത് മോഡലിംഗ് ആൻഡ് എക്സിക്യൂഷൻ, മോഡലിംഗും എക്സിക്യൂഷനും ലെവറേജ് ചെയ്യുമ്പോൾ, ലെവറേജിനെയും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ റിസൾട്ട് ജസ്റ്റ് ഇംപ്രൂവ് ചെയ്യല്ല ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യും. അത് പെട്ടെന്ന് വലിയ രീതിയിലേക്കുള്ള പല ഏരിയാസ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പല ഏരിയകളിൽ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യും. ആൻഡ് ദിസ് ഈസ് ഹൗ ഓർഡിനറി പീപ്പിൾ അച്ചീവ് എക്സ്ട്രാ ഓർഡിനറി ഔട്ട്കം ഇസ് കംപ്രസ്ഡ് ടൈം ഫ്രെയിംസ്. ചെറിയ സമയത്തിനുള്ളിൽ വലിയ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റാത്ത റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട്. ഈ മെത്തേഡ് നിങ്ങൾ പഠിക്കണം. ആർ യു എക്സൈറ്റഡ്? ആർ യു എക്സൈറ്റഡ്? ആർ യു റിയലി എക്സൈറ്റഡ്? ഐ ആം എക്സൈറ്റഡ്. Day 5, habits, routines, values. Habits, routines, values. ഇവിടെ എന്താണ്? ലോക്ക് ഇൻ ചേഞ്ച് വിത്ത് കൺസിസ്റ്റൻസി. അതായത് നമുക്ക് ഉണ്ടാകുന്ന ചേഞ്ചസ് ഉണ്ടല്ലോ, കൺസിസ്റ്റൻ്റ് ആയിരിക്കണം അല്ലേ? നമുക്ക് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യണം, അതിന് നമ്മൾ വർക്ക് ചെയ്യുന്ന കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. അതിന് നമുക്ക് ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യണം, റുട്ടീൻസ് ബിൽഡ് ചെയ്യണം, വാല്യൂസ് ബിൽഡ് ചെയ്യണം. സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർക്ക് സക്സസ് ഹാബിറ്റ്സ് ഉണ്ട്. ആ സക്സസ് ഹാബിറ്റ്സ് എന്താണെന്നും അതെങ്ങനെയാണ് അവർ സെറ്റ് ചെയ്തതെന്നും എങ്ങനെയാണ് അവർ പ്ലാൻ ചെയ്തതെന്നും എങ്ങനെയാണ് അത് അലൈൻ ചെയ്തതെന്നും എങ്ങനെ അത് സക്സസ്ഫുള്ളി എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ അറിയണം. അതാണ് ഡേ 5 പഠിക്കുന്ന ആദ്യത്തെ ടോപ്പിക്. അതിൻ്റെ ന്യൂറോളജിക്കൽ സൈക്കോളജിക്കൽ മെക്കാനിസം ഉണ്ട്. ആ ഹാബിറ്റ് ഫോർമേഷൻ്റെ ന്യൂറോളജിക്കൽ സൈക്കോളജിക്കൽ മെക്കാനിസം നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ലാസ്റ്റിംഗ് ചേഞ്ച് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യണം. സോ ഡേ 5 നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഡീപ്പ് ഇൻ ടു ദ സയൻസ് ഓഫ് ഹാബിറ്റ്സ് ദാറ്റ് മേക്സ് ട്രാൻസ്ഫോർമേഷൻ സ്റ്റിക്ക്. അതായത് ട്രാൻസ്ഫോർമേഷൻ കറക്റ്റായിട്ട് നമ്മൾ കൊണ്ടുവരുന്ന ചേഞ്ച് നമ്മളിൽ നിലനിന്ന് സ്ഥിരമായിട്ട് നിലനിൽക്കണം. അതിന് വേണ്ട സയൻറ്റിഫിക് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പുതുതായിട്ട് സയൻസ് കണ്ടെത്തിയിട്ടുള്ളത്, അത് നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് സക്സസ് ഹാബിറ്റ്സ് ക്രിയേറ്റ് ചെയ്യും. സോ ഡെയിലി സക്സസ് ഹാബിറ്റ്സ് എന്താണ്? മോർണിംഗ് ആൻഡ് ഈവനിങ് റുട്ടീൻസ് സെറ്റ് ചെയ്യും. അവിടെ കൺസിസ്റ്റന്റ് ഹൈ പെർഫോമൻസ് നമ്മളത് ഉറപ്പുവരുത്തും. അത് മാത്രമല്ല, കോർ വാല്യൂസ് നമുക്ക് വേണം. ആൾക്കാർ തീരുമാനങ്ങൾ എടുക്കുന്നത് അവരുടെ വാല്യൂസിനും ക്വാളിറ്റിക്കും അനുസരിച്ചാണ്. ഒരു വ്യക്തിക്കൊരു ഗുണമുണ്ടാകും, വ്യക്തിത്വ ഗുണം, സ്വഭാവ ഗുണം. ആ സ്വഭാവ ഗുണം നമ്മൾ എന്ത് ചെയ്യണം? അതാണ് അയാളെ ചേഞ്ച് ചെയ്യുന്നത്. അയാൾ ഒരു നല്ല വ്യക്തിയാണ്, അയാൾ പലപ്പോഴും ഡിസിപ്ലിൻഡ് ആണോ തീരുമാനിക്കുന്നത്. ഓക്കെ, ആ ഡിസിപ്ലിൻ ആ ഒരു കുറെ വാല്യൂസ് ഉണ്ട്. ഒരു വാക്ക് പറഞ്ഞാൽ പാലിക്കുക, സത്യസന്ധത പാലിക്കുക. വിജയികൾക്ക് ആവശ്യമായിട്ടുള്ള കുറേ വാല്യൂസ് ഉണ്ട്. ഈ വാല്യൂസിനെ ഓരോന്നിനെയും പരിചയപ്പെടും. അപ്പൊ നമ്മളുടെ ആക്ഷൻസുമായി ബന്ധപ്പെട്ട് നമുക്ക് കൊണ്ട് നടക്കേണ്ട കുറച്ച് വാല്യൂസ് ഉണ്ട്. നമ്മൾ സെറ്റ് ചെയ്യുന്ന ആക്ഷൻ പ്ലാൻ ഉണ്ടല്ലോ, അതിനാവശ്യമായ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള വാല്യൂസ് എന്താണ് വേണ്ടത്? എന്ത് വാല്യൂ ഉണ്ടെങ്കിൽ ഞാൻ ഇതിനോട് എന്ത് കാണിച്ചാലാണ് ഇത് വർക്ക് ചെയ്യുള്ളൂ. വെറുതെ ആക്ഷൻ പ്ലാൻ വർക്ക് ചെയ്യില്ല. ആ ആക്ഷൻ എടുക്കേണ്ട കാര്യത്തിന് നിങ്ങളിൽ കൊണ്ട് നടക്കേണ്ട ചില വാല്യൂസ് ഉണ്ട്. അത് എല്ലാവർക്കും സെയിം അല്ല, അവനവൻ്റെ ഗോളുകൾക്കനുസരിച്ച് അത് വ്യത്യാസമുണ്ട്. അപ്പോൾ ഓരോന്നിനും ആവശ്യമായ കോർ വാല്യൂസ് എന്താണ്, അത് നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത് എന്താണെന്ന് ഡെപ്തിൽ പഠിച്ചിട്ട് അത് നിങ്ങൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ആക്ഷനെ ഫ്യൂൽ ചെയ്യും. ആക്ഷനെ ഫ്യൂൽ ചെയ്യുമ്പോൾ അത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു ഹാബിറ്റ്സും കൂടി ആക്കുമ്പോൾ, ഹാബിറ്റ്സിലേക്ക് ഇട്ടിടുമ്പോൾ സ്വാഭാവികമായിട്ടും റുട്ടീൻസ് ഡെവലപ്പ് ആകും. സ്വാഭാവികമായിട്ടും കൺസിസ്റ്റൻസി ലോക്കായി വരും. പെർമനന്റ് കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ടെമ്പററി മോട്ടിവേഷൻ അല്ല വേണ്ടത്, നമുക്കൊരു എക്സൈറ്റ്മെന്റും ആവേശം അതൊന്നും അല്ല വേണ്ടത്. വി നീഡ് പെർമനന്റ് കൺസിസ്റ്റൻസി. ആ പെർമനന്റ് കൺസിസ്റ്റൻസി വേണമെന്നുണ്ടെങ്കിൽ what you have to do? You have to build core values, qualities. Then identity based habits. നിങ്ങൾ എന്ത് ചെയ്യണം? ഐഡന്റിറ്റി ബേസ്ഡ് ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യണം. നിങ്ങൾക്ക് പേഴ്സണലി മാച്ച് ആകുന്ന വാല്യൂസും ഹാബിറ്റ്സും നിങ്ങൾ ബിൽഡ് ചെയ്യാൻ പാടില്ല. ലേൺ ടു ചേഞ്ച് ഫ്രം ദ ഇൻസൈഡ്
ഔട്ട്, ഉള്ളിൽ നിന്ന് പുറത്തേക്കാണ് ചേഞ്ച് വരേണ്ടത്. ബൈ ഷിഫ്റ്റിംഗ് യുവർ ഐഡന്റിറ്റി ഫസ്റ്റ്. നമ്മുടെ ഐഡന്റിറ്റിയാണ് ചേഞ്ച് ചെയ്യണം. അതായത് നമ്മുടെ ഇമേജ് ചേഞ്ച് ചെയ്യണം, സെൽഫ് ഇമേജ്. നമ്മുടെ അധികം ആൾക്കാർക്ക് ഒരു സെൽഫ് ഇമേജ് ഉണ്ട്. ആ സെൽഫ് ഇമേജ് അനുസരിച്ചുള്ള ഹാബിറ്റ്സാണ് ഉള്ളത്. ഞാനിതാണ്, ഞാനിങ്ങനെയാണ്, ഞാനിങ്ങനെയാണ്. അതിനെ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഫ്ലോ നാച്ചുറലി ഫ്രം ഹൂ യു ആർ. നിങ്ങൾ എന്താണോ അയാളിൽ നിന്ന് ആ ഒരു കംപ്ലീറ്റ്ലി നിങ്ങൾ ആരാണോ ആ ആളായി നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയ ചേഞ്ചസ് കൊണ്ടുവരാനും വലിയ മാറ്റങ്ങളിലേക്ക്, ഇമ്പ്രൂവ്മെന്റ്സിലേക്ക് വരാനും പറ്റണം. അതായത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആൾക്കാർക്ക് ഒരു പ്രശ്നമുണ്ട്. ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആകെ മാറിപ്പോവോ, എൻ്റെ ലൈഫ് ആകെ മാറിപ്പോവോ, പേടിയാണ്. അതിൽ നിന്ന് മാറിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് എന്താണോ വേണ്ടത് ആ കാര്യം കറക്റ്റായിട്ട് എന്ത് ചെയ്യാം. ക്ലിയർ? സോ അത് കറക്റ്റായിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹാബിറ്റ്സ് നാച്ചുറലി നിങ്ങൾ ആരാണ് എന്നുള്ളത് അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യണം. നെക്സ്റ്റ്, അതിനുശേഷം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങൾ പോകാൻ ഒരു റെഡി ആണെന്നുണ്ടെങ്കിൽ ഇതാണ് ചെയ്യേണ്ടത്. യുവർ ട്രാൻസ്ഫോർമേഷൻ ജേർണി ബിഗിൻസ്. ഈ 5 ദിവസം നിങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരുങ്ങി വെച്ചിരിക്കാം എന്ന് എന്ത് ചെയ്യാം. സോ ദീസ് 5 days വിൽ ഫണ്ടമെന്റലി ചേഞ്ച് ഹൗ യു അപ്രോച്ച് ലൈഫ്. ഈ 5 ദിവസം എന്ത് ചെയ്യും? നിങ്ങൾ എങ്ങനെയാണോ ലൈഫിനെ അപ്രോച്ച് ചെയ്യുന്നത്, ലക്ഷ്യങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത്, നിങ്ങളുടെ കഴിവുകളെ അപ്രോച്ച് ചെയ്യുന്നത്, നിങ്ങളുടെ കഴിവുകളെ എങ്ങനെയാണ് കാണുന്നത്, ലക്ഷ്യങ്ങളെ എങ്ങനെയാണ് കാണുന്നത്, ജീവിതത്തെ എങ്ങനെയാണ് കാണുന്നത്, അത് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യും. അത് മാത്രമല്ല, ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് നിങ്ങൾ പോകുമ്പോൾ യു ലീവ് വിത്തൗട്ട് നോട്ട് ജസ്റ്റ് നോളജ്, ഒരു കുറച്ച് നോളജ് അറിവായിട്ടല്ല പോകുന്നത്, ബട്ട് എ കംപ്ലീറ്റ് സിസ്റ്റം, ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യും. ആ സിസ്റ്റമായിട്ടാണ് പോകുന്നത്. ഓൺ ഗോയിങ് ഗ്രോത്ത് ആൻഡ് അച്ചീവ്മെന്റ്, കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോത്തും കണ്ടിന്യൂസ് ആയിട്ട് അച്ചീവ്മെന്റും ബിൽഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സിസ്റ്റമായിട്ടായിരിക്കും നിങ്ങൾ ഇവിടുന്ന് പോവുക. അതുകൊണ്ട് തന്നെ ഈ കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ നേട്ടമുണ്ടാകും? ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റി ഉണ്ടാവും ആൻഡ് ആക്ഷനബിൾ ഗോൾസ് നിങ്ങളുടെ കയ്യിൽ റെഡി ആയിരിക്കും. ഓക്കെ, അത് ഉണ്ടാക്കാനുള്ള എല്ലാ നോളജും കാര്യങ്ങളും സംഗതികളും നിങ്ങൾക്ക് റെഡി ആയിരിക്കും. ആൻഡ് അൺഷേക്കബിൾ സക്സസ് മൈൻഡ് സെറ്റ്. സക്സസ്ഫുൾ ആവാൻ ആവശ്യമായിട്ടുള്ള പതറാത്ത, ശബ്ദമിടറാത്ത എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ പതറിപ്പോകാത്ത തരത്തിലുള്ള മൈൻഡ് സെറ്റ്, ഭയമില്ലാത്ത മൈൻഡ് സെറ്റ്, ധൈര്യമുള്ള മൈൻഡ് സെറ്റ്, പോരാടാനുള്ള മൈൻഡ് സെറ്റ്, പിന്മാറാതെ മുന്നോട്ട് തന്നെ കുതിക്കാനുള്ള മൈൻഡ് സെറ്റ്, അൺഷേക്കബിൾ മൈൻഡ് സെറ്റ്. ഇളക്കം വേറെ ആരെ പേടിപ്പിച്ചിട്ട് കാര്യമില്ല, ഇളകില്ല. മൈൻഡിൽ വളരെ സ്ട്രോങ് ആയിരിക്കും, ബോൾഡ് ആയിരിക്കും. ബോൾഡാണ് നിങ്ങൾ പറയാറുണ്ടല്ലോ, അതാവാൻ പറ്റും. അടുത്തെന്താണ്? എസെൻഷ്യൽ സ്കിൽസ് ഫോർ ആക്സിലറേറ്റ് പ്രോഗ്രസ്. ഇതിലേക്ക് നല്ല ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട്, പ്രോഗ്രസ് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു 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 കുറച്ചുകൂടെ സ്പീഡിൽ പ്രോഗ്രസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് സ്കിൽസ് ആവശ്യമാണ്. ആ സ്കിൽ സെറ്റ് നമ്മൾ പിടിക്കും. ഇതിന് പുറമെ വളരെ ക്വിക്ക് റിസൾട്ട് കിട്ടാൻ, അതായത് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ എങ്ങനെയാണ്, ഹൈ അച്ചീവേഴ്സ് എങ്ങനെയാണ് ഉപയോഗിച്ച് അവരുടെ പ്രൂവൻ സീക്രട്സുകളുണ്ട്, സ്ട്രാറ്റജീസ്, അത് പഠിക്കും. ആൻഡ് സസ്റ്റൈനബിൾ ഹാബിറ്റ്സ് ഫോർ ലാസ്റ്റിംഗ് ചേഞ്ച്. ഇതിൻ്റെ കൂടെ തന്നെ ചില ഹാബിറ്റ്സുകൾ ബിൽഡ് ചെയ്യാനും കൂടെ പഠിക്കും. ഒരു ഹാബിറ്റ് ട്രാക്കറൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും 21 days. ക്വസ്റ്റ്യൻ എന്തല്ല, നിങ്ങളുടെ ലൈഫ് അധികം ആൾക്കാർക്ക് 5 ദിവസം കൊണ്ട് ലൈഫൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും, അതല്ല ക്വസ്റ്റ്യൻ. ഇങ്ങനെ ഒരു 5 ദിവസത്തെ ഒരു അവസരം വരുമ്പോൾ, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വരുമ്പോൾ, അത് നിങ്ങൾ ഏറ്റെടുക്കാൻ റെഡിയാണോ എന്നുള്ളതാണ്. ഈ ഇൻറ്റൻസീവ് പ്രോഗ്രാം എന്ത് ചെയ്യും? നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി നിങ്ങളുടെ പൊട്ടൻഷ്യൽ പുറത്തേക്ക് എടുത്ത്, നിങ്ങൾക്ക് എല്ലാവർക്കും പൊട്ടൻഷ്യൽ ഉണ്ട്, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അമേസിംഗ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. പ്രോബ്ലം എന്താ വെച്ചാൽ ആ അമേസിംഗ് പൊട്ടൻഷ്യൽ പുറത്തെടുക്കാനുള്ള കമ്മിറ്റ്മെന്റ് ഇല്ല എന്നുള്ളത്. അത് പുറത്തെടുക്കാനുള്ള, ഇറങ്ങിത്തിരിക്കാനുള്ള ധൈര്യം കാണിക്കുന്നില്ല എന്നുള്ളത്. എല്ലാവരോടും പറയാനുള്ളത്, ദിസ് ഈസ് എ ചാൻസ്. അത് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്? ഒന്നുമില്ല, വെറും 199 രൂപ. എനിക്ക് തന്നെ നാണം ഒന്ന് തോന്നും. 24,000 രൂപയ്ക്ക് കൊടുക്കുന്ന ഈ കോഴ്സ് 199 രൂപയ്ക്ക് കൊടുക്കുന്നത് ആക്ച്വലി ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, വളരെ കുറഞ്ഞു പോയോ, മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇറ്റ്സ് ഫോർ യു, ദിസ് ഈസ് ഫോർ യു ഗൈസ്. ഗ്രാബ് ഇറ്റ്, ചേഞ്ച് യുവർ ലൈഫ്. നിങ്ങൾ പറയൂ ഉറപ്പാ. നിങ്ങൾ ചില ആൾക്കാർ എന്താ വെച്ചാൽ ഇതിന് ഈ പൈസ തന്നാൽ പോരാ. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വെച്ചാൽ, ജോയിൻ, ഗ്രാബ് ദിസ് ഓപ്പർച്യൂണിറ്റി. ദിസ് ഈസ് യുവർ മൊമെന്റ്.
ഗൂഗിൾ പേ നമ്പർ ഇവിടെ ഉണ്ട്. ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുക. ദിസ് ഈസ് ഗൂഗിൾ പേ നമ്പർ 8086880775. ആർക്കെങ്കിലും എന്തെങ്കിലും എൻ്റെ ഈ ഭ്രാന്തമായ തീരുമാനത്തിന് അഭിപ്രായം പറയാനുണ്ടോ? 199 രൂപയ്ക്ക് ഇത് കൊടുക്കുന്നതിന് ഇത്രയും കാര്യങ്ങൾ 5 ദിവസം എന്താ കിട്ടുന്നത് മനസ്സിലായില്ലേ? 5 ദിവസം ഞാൻ പഠിച്ചിട്ടുള്ള ബെസ്റ്റ് ഞാൻ പൈസ അടച്ചിരുന്നു സർ. അയച്ചതാ? അടച്ചിരുന്നു. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. മൈമുന കമർജാനാണ് അടച്ചിട്ടുണ്ട്. എനിക്ക് അയക്കണത് അറിയില്ല. അപ്പൊ കമർജാൻ ഇതിലാണ് അടച്ചിട്ടുണ്ട് ഞാൻ. അതെ അതെ. ഇക്ബാൽക്ക പറയുന്നുണ്ട് ഒരു മന്തി കഴിക്കുന്നതിന്റെ പ്രൈസ് പോലും ഇല്ല. ഒരു മന്തി ശരിയാണ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കണം. അതിനുള്ള ചെലവ് പോലും ഇല്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വീട്ടിലൊക്കെ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങാതിരിക്കുക. അപ്പൊ ഈ ഒരു അവസരം എന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അല്ലേ? സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മൺഡേ, ഈ വരുന്ന മൺഡേയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മൺഡേയിൽ തന്നെയല്ലേ? ടൈം പ്ലാൻ ചേഞ്ച് ഒന്നുമില്ലല്ലോ ടീം മെമ്പേഴ്സ്? വെനസ്ഡേ ആണല്ലേ? ഓക്കെ, വെനസ്ഡേ ആണ്. ഐ എം സോറി. ബുധനാഴ്ച വരെ സമയമുണ്ട്. ബുധനാഴ്ച ആണ് കേട്ടോ. കാരണം ചില ആൾക്കാർക്ക് രജിസ്റ്റർ ചെയ്യാനും സംഗതികൾക്ക് കൂടുതൽ ആൾക്കാരെ ഇതിൽ പങ്കെടുപ്പിക്കണം നമുക്ക്. കാരണം 199 രൂപയല്ലേ ഉള്ളൂ. നമുക്കിതിലൊരു 10, 200, 300 ആൾക്കാരെങ്കിലും പങ്കെടുപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ വിചാരിച്ചാൽ നടക്കും. ആർ യു വിത്ത് മീ? നമുക്ക് അങ്ങനെ അത്രയും ആൾക്കാർ പങ്കെടുക്കാനുള്ള ബെനിഫിറ്റ് എന്താ? അത്രയും ആൾക്കാരിലേക്ക് എത്തിക്കാം. അപ്പൊ അത്രയും കോസ്റ്റ് കുറച്ച് ചെയ്യുകയാണ്. മാക്സിമം ഫ്രണ്ട്സിലേക്ക്, മാക്സിമം ഫാമിലീസിലേക്ക്, മാക്സിമം എന്താ പറയുക, ഇതിലേക്ക് അയച്ചു കൊടുത്തോ. അവരുടെ എല്ലാവരുടെ ലൈഫ് ചേഞ്ച് ചെയ്യാം. പോയ വെറും 199 രൂപയെ പോകുന്നുള്ളൂ, പക്ഷെ പോകൂല, അതെനിക്ക് ഉറപ്പാണ്. ഓക്കെ, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. പറഞ്ഞു. ടൈം സഫിഷ്യന്റ് ആവോ നമുക്ക്? 1 മണിക്കൂർ കൊണ്ട് സാർ പറയുന്ന ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? ഏത് ഈ പറയുന്ന കാര്യങ്ങൾ 1 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? ഓരോ ദിവസത്തെ. ഓക്കെ, അതായത് നമ്മൾ അതിൽ പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യും, സിമ്പിൾ ആയിട്ടുള്ള വർക്ക് ബുക്ക് ആയിട്ട് നൽകുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? വർക്ക് ബുക്ക് ഇതെല്ലാം പഠിപ്പിച്ചിട്ട് ഈ വർക്ക് ബുക്ക് നിങ്ങളുടെ കയ്യിലേക്ക് തരിക. നിങ്ങൾ ഇരുന്ന് ചെയ്യേണ്ട. നിങ്ങൾക്ക് ആ വർക്ക് ബുക്കിൽ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് നിങ്ങൾ ഇരുന്ന് ഫില്ല് ചെയ്താൽ മതി. നിങ്ങളായിട്ട് ഈ ക്വസ്റ്റ്യൻസ് വീണ്ടും ഇത് പഠിപ്പിക്കുന്നതല്ല, ഇതിന്റെ മെയിൻസ് ആണ്. ഇതിന്റെ മെയിൻസ് ആണ് ഈ വർക്ക് ബുക്ക്. പഠിപ്പിക്കുന്നത് പറയുന്നത് ഞാനെന്ന് പറയുന്ന ഒരാൾ വന്നവിടെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു എനർജി ചേഞ്ച് ഉണ്ട്. നിങ്ങളുടെ മൈൻഡ് സെറ്റ് ധൈര്യം ഒന്ന് കൂടും. കുറച്ച് വേറെ ലെവലിൽ ഞാൻ അതൊരു വേറെ ലെവലിൽ പ്രസന്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഉണ്ടാകുന്ന ഒരു എഫക്ട് ഉണ്ട്. അത് നിങ്ങളുടെ ബ്രെയിനിൽ ഭയങ്കര ഒരു എഫക്ട് ഉണ്ടാകും. ആ മൈൻഡ് സെറ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ മാത്രമാണ് പഠിപ്പിക്കാൻ. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാം. പക്ഷെ ആക്ച്വൽ ഗെയിം നടക്കുന്നത് ഇവിടെയാണ്, ഇതിലുള്ള വർക്ക് ബുക്കിലാണ്. ആ വർക്ക് ബുക്ക് അത്രയും പവർഫുൾ ആയിട്ട് നിങ്ങൾക്ക് നൽകാൻ പോവാണ്. സോ യു കൻ ചേഞ്ച്. അപ്പൊ നിങ്ങൾ ആ വർക്ക് ബുക്ക് ടൈം ഇവിടെ സെഷനിൽ ഇരുന്നിട്ട് അറ്റൻഡ് ചെയ്യാൻ തീരാത്ത സാധനം. സെഷനിൽ നിങ്ങൾ ശരിക്കും ഇരുന്ന് ആസ്വദിച്ച് അറ്റൻഡ് ചെയ്യുക. അതിനിടയിൽ എഴുതാൻ പറ്റുന്ന നോട്ട്സുകളൊക്കെ എഴുതിയെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ബാക്കി കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്താൽ ഇതിൽ ഫില്ല് ചെയ്ത് പോയാൽ അതിന് ഒരുപാട് ഫില്ല് ചെയ്യേണ്ടതുള്ളൂ. അതിന് ചോദിക്കേണ്ട ചോദ്യങ്ങൾ വരെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ആ വർക്ക് ബുക്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ കണ്ടല്ലോ എത്ര ഡീറ്റെയിൽഡ് സ്ട്രക്ചേർഡും ആണ് ഈ സാധനം എന്നുള്ളത്. അതുപോലെയാണ്. ഓക്കെ ജാസ്മിൻ? ഇത് ഈ ബുക്ക് ആയിട്ടാണ് തരുന്നത്? എങ്ങനെയാണ് തരുന്നത്? ക്വസ്റ്റ്യൻസ് ഒക്കെ 199 രൂപക്ക് നിങ്ങൾക്ക് ഞാൻ പ്രിന്റ് എടുത്ത് തരാൻ എന്നെ കൊണ്ട് കഴിയില്ല. എന്നെ നിങ്ങൾ പൊളിക്കരുത്. ഈ ബുക്ക് ആയിട്ടാണ് നിങ്ങൾ അത് പ്രിന്റ് ചെയ്തെടുക്കുക. ഓക്കെ, നിങ്ങൾ എല്ലാവരും അത് പ്രിന്റ് ചെയ്തെടുക്കുക. എന്നിട്ട് പ്രിന്റ് ചെയ്തെടുത്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക? ജാസ്മിൻ എന്താ ചെയ്യുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രാക്ടീസ് അഡ്വക്കേറ്റ് ആണ്. ഇതിനു മുൻപ് കോഴ്സ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇത് ഐ തിങ്ക് EFT ഒക്കെ വലിയ ഒരു കോഴ്സ് ആയിട്ട് തോന്നുന്നു. EFT വലിയ കോഴ്സ്. ഇപ്പൊ കിട്ടുന്നത് നോക്കണ്ട, ഇതല്ല ഇതിന്റെ പ്രൈസ്. നെക്സ്റ്റ് ഇതിന്റെ ഒരു എന്താ പറയാ, ഒരുപാട് ആൾക്കാർക്ക് ഇത് തന്നിട്ട് ഇതിൽ നിന്ന് ആൾക്കാരുടെ ലൈഫിൽ ചേഞ്ചസ് ഉണ്ടാകുന്ന ഫീഡ്ബാക്ക് നമ്മൾ എടുക്കും. ഓക്കെ, ആ ഫീഡ്ബാക്ക് എടുത്തിട്ട് ഇത് പ്രോഗ്രസ് ആണെങ്കിൽ നമ്മളെ ട്രോമ, ഈ പ്രീവിയസ് ട്രോമയൊക്കെ മാറ്റണം എന്നൊക്കെ EFT പറയുന്നുണ്ടല്ലോ. നമ്മളെ മൈൻഡിലെ ട്രോമ, ബാക്കിലുള്ള അതൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. അത് മാറ്റുന്ന കാര്യമില്ല. നിങ്ങൾക്ക് ട്രോമ മാറ്റുക എന്ന് പറയുന്നത് EFT എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. അത് അതിനായിട്ട് മാത്രം സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള. ഓക്കെ,
അല്ല ട്രോമ. അത് മാറ്റിയാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നാണല്ലോ പറയുന്നത് ആക്ച്വലി മൈൻഡ്. അല്ല, ഇതില് പല രീതിയിൽ മുന്നോട്ട് പോവാം. അത് മാറ്റിയാൽ ഓക്കെ വളരെ ഓക്കെ പെട്ടെന്ന് മനസ്സിലായോ? അതായത് പല രീതിയിൽ മുന്നോട്ട് ഓക്കെ പോകാം. ആ ട്രോമാസ് മാറ്റിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് സത്യമാണ്. പക്ഷെ ഈ പ്രോഗ്രാമിൽ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ അതല്ലാത്ത വേറെയും കുറെ രീതികളിലൂടെ പോകാം. ഓക്കെ, രണ്ട് മെത്തേഡ് ഉണ്ട്. ഏറ്റവും മിനിമം സിമ്പിൾ ആയിട്ട് പറയാം. ഒന്ന് ഫോഴ്സ് മെത്തേഡ്, മറ്റൊന്ന് പവർ മെത്തേഡ്. EFTയിൽ ചെയ്യുന്നത് പവർ മെത്തേഡാണ്. ഇതിൽ ചെയ്യുന്ന കുറച്ചുകൂടെ ഫോഴ്സ് ആൻഡ് സ്ട്രാറ്റജിക് മെത്തേഡാണ്. ഫോഴ്സ് അല്ല, ബട്ട് ലൈക്ക് കൈൻഡ് ഓഫ് ഡിഫറെന്റ്. ഫോഴ്സിന്റെ എലമെന്റ് ഉണ്ടാവും, പക്ഷെ കുറച്ചുകൂടെ സ്ട്രാറ്റജിക് മെത്തേഡാണ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. സ്ട്രാറ്റജികൾ, തന്ത്രങ്ങൾ, പദ്ധതികൾ പ്ലാൻ ചെയ്ത് ഷോർട്ട് കട്ടുകൾ, ഇത് രണ്ടും നമുക്ക് വേണം. ഓക്കെ സോ രണ്ട് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വളർച്ച ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ ഇതും നമുക്ക് ആവശ്യമാണ്. ഇത് അറിയുന്നവർക്കാണ് കാര്യങ്ങൾ ശരിക്കും എന്താ വെച്ചാൽ കുറച്ചുകൂടെ മനസ്സിലാവുള്ളൂ. EFT മാത്രം പഠിച്ച കാര്യമില്ല. EFT പഠിക്കണം. EFT പഠിച്ചു കഴിഞ്ഞാൽ കാര്യമില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഡെഫിനറ്റ്ലി കാര്യമുണ്ട്. അതായത് ഇതിന്റെ ഒരു ബെനിഫിറ്റ് അതിൽ കിട്ടില്ല, EFTയിൽ കിട്ടൂല. EFTയിലെ ബെനിഫിറ്റ് ഇതിൽ കിട്ടൂല. അത് രണ്ട് സെപ്പറേറ്റ് കോഴ്സാണ്. അപ്പൊ പക്ഷേ ഈ ഒരു സാധനവും നമ്മൾ പഠിക്കണം, ഇതെല്ലാം പഠിക്കണം. കാരണം ഇതെല്ലാം കൂടെ പഠിക്കുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ എന്ന് വെച്ചാൽ ഒന്ന് എനർജി ലെവലിലാണ് ഷിഫ്റ്റ് നടക്കുന്നത്. എനർജി, അലൈൻമെന്റ്, മാനിഫെസ്റ്റേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ, തടസ്സങ്ങൾ നീങ്ങുക, തട്ടുമുട്ടുകൾ നീങ്ങുക, നമുക്ക് പ്രയാസമില്ലാതാവുക, എല്ലാ കാര്യങ്ങളും നമുക്ക് അനുകൂലമായി വരിക, അങ്ങനത്തെ ഒരു സംഗതിയാണ് അവിടെ. പക്ഷെ അതൊക്കെ അനുകൂലമാവണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടതെന്ന് അറിയണ്ടേ? നമുക്ക് ഏത് വഴിയിലൂടെ പോകേണ്ടതെന്ന് അറിയണ്ടേ? അതാണ് ഇതിൽ പഠിപ്പിക്കുന്നത്. ക്ലിയർ ആണോ? രണ്ടും അനിവാര്യമാണ്. ഇതുണ്ടെങ്കിലാണ് അത് കുറച്ചുകൂടി പവർഫുൾ ആയിട്ട് വർക്ക് ചെയ്യുക. അല്ലെങ്കിൽ അത് പഠിച്ച ആൾക്കാർക്ക് ഇതും കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ അത് ഒന്നുകൂടി പവർഫുൾ ആവും. ഇനി ഇത് പഠിച്ചിട്ടുള്ള ആൾക്കാർ അത് പഠിക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെയാണ് രണ്ടും. അപ്പൊ ഇത് ഇപ്പോൾ ഈ ഒരു കോഴ്സ് ഇപ്പൊ കൊടുക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ ഈ കോഴ്സ് ഇതിന്റെ യഥാർത്ഥ പ്രൈസ് ആയിട്ടുള്ള ഏറ്റവും മിനിമം റേഞ്ച് പ്രൈസിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ കൊണ്ടുപോകും. അത് കൊണ്ടുപോകുന്നത് ആദ്യഘട്ടത്തിൽ നമ്മൾ ഒരു പ്രൈസ് ഇടും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 7,990 രൂപ എന്ന് പറയുന്ന പ്രൈസിലേക്ക് സാധനം പോകും. ഇത് ഞാൻ കഴിഞ്ഞ വർഷമല്ല, 3 years ബാക്ക് ഞാൻ 21,000 റുപ്പീസിന് സെല് ചെയ്തിരുന്ന കോഴ്സാണ്. ആ കോഴ്സാണ് ഈ ഒരു പ്രോഗ്രാം നമ്മൾ എന്ത് ചെയ്യുന്നത് ഇപ്പൊ ഈ ഒരു രൂപത്തിൽ വയ്ക്കുന്നത്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്തിട്ട് ജനങ്ങളിലേക്ക് ഇതിനൊന്ന് എത്തിച്ചിട്ട് ഇതിന്റെ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്തെടുക്കണം. ഈ പ്രോഗ്രാമിന്റെ ബെനിഫിറ്റ്സുകൾ നിങ്ങൾ പറയും. അത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, അതിന്റെ ടെസ്റ്റിമോണിയൽസ്, അതിന്റെ ഫീഡ്ബാക്കുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തിക്കാൻ പറ്റും. ആ സമയത്ത് പക്ഷേ ഈ പ്രൈസിനായിരിക്കില്ല ഈ കോഴ്സ് കൊടുക്കുക. സോ നിങ്ങളുടെ ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്താണ്, നിങ്ങൾ ഇത് അപ്ലൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ട് അതിന്റെ റിസൾട്ട് എന്നോട് വന്ന് പറയാം. ദാറ്റ്സ് ഓൾ. ആൻഡ് യു സപ്പോർട്ട് മീ ടു സ്പ്രെഡ് ദിസ് മെസ്സേജ്. ദാറ്റ്സ് ഓൾ. അപ്പം ഇനി വൈകി വരുന്നവർക്ക് ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി കോസ്റ്റ്ലി. ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാം, യൂട്ടിലൈസ് ചെയ്യാം കേട്ടോ. ഇത്രയും കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ 5 days നമ്മൾ പഠിപ്പിക്കും. വർക്ക് ബുക്കും നൽകുന്നുണ്ട്. ഓക്കെ, അതായത് ഇൻസ്പേസ് അക്കാഡമി ജനങ്ങളിലേക്ക് കൂടുതലേക്ക് ഇറങ്ങണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കൂടുതൽ ആൾക്കാരിലേക്ക് എത്തണം. ദാറ്റ് ഈസ് ദ ക്യാച്ച് ബിഹൈൻഡ് ദിസ്. ഓക്കെ, ഇപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം, ഗൂഗിൾ പേയിൽ ഈ അവസരം ഉപയോഗിക്കുക. Google Pay is not working because of issues. Can I pay with other number? Yes, വേറെ നമ്പർ നിന്ന് അയക്കാം, നോ ഇഷ്യൂ. വേറെ ഏത് നമ്പർ നിന്ന് അയച്ചോളൂ, നോ ഇഷ്യൂ. ഓക്കെ സർ, മൈ ഗൂഗിൾ പേ ഇസ് നോട്ട് വർക്കിംഗ്. ഓക്കെ, റെഡി. പോസ്റ്റർ കിട്ടിയെങ്കിൽ കുറേ പേരിലേക്ക് എത്തിക്കായിരുന്നു. പോസ്റ്റർ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നമ്മുടെ ടീം മെമ്പേഴ്സ് അയച്ചു തന്നിട്ടില്ല. സൻസി മുഹമ്മദ്, ഞാൻ വർഷങ്ങൾക്ക് മുൻപ് മൈൻഡ് പവർ കോഴ്സിന് മാത്രം 20,000 രൂപക്ക് ചെയ്തിരുന്നു. ഹായ് സൻസി, എനിക്ക് ഓർമ്മയുണ്ട്. സൻസി, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അതിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ മാച്ച് ആവുന്ന കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ കേട്ടോ. ടൈം എപ്പോഴാവും? ടൈം രാവിലെ തന്നെ, രാവിലെ 6:30 മുതൽ 7:30, 8 മണി വരെയുള്ള സമയം. ലൈവായിട്ട് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ റെക്കോർഡ്സും അവൈലബിൾ ആണ്. ഇത് എല്ലാവർക്കും ഉള്ളതല്ല. ആ ദിവസങ്ങളിൽ മോർണിംഗ് ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല. ബുധനാഴ്ച മുതൽ, അതായത് ഐ തിങ്ക് ഇറ്റ് ഹാപ്പൻസ്. പിന്നെ ഇതിൽ വൈകി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു കാര്യം കൂടി ഉണ്ട്. 3-ാം തീയതിക്ക് മുതൽ, നാളെ മുതൽ ഇതിന്റെ പേയ്മെന്റ് 399 ആവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിങ്കളാഴ്ച മുതൽ ഇതിന്റെ പേയ്മെന്റ് ബുധനാഴ്ച വരെ, തിങ്കൾ മുതൽ ബുധനാഴ്ച വരെ ആണെങ്കിൽ 799 രൂപ അടക്കേണ്ടി വരും നിങ്ങൾ. ഓക്കെ, അപ്പൊ നിങ്ങൾ തിരിച്ചറിയുക, ഞാൻ സീരിയസ് തന്നെയാണ്. ഐ ആം നോട്ട് ജോക്കിംഗ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, അതിലേക്ക് വരിക. അപ്പൊ ഡേറ്റ് നിങ്ങളോട് ഞാൻ പറഞ്ഞ പോലെ എന്താ വെച്ചാൽ
6-ാം തീയതിയാണ് തുടങ്ങാന്ന് പറഞ്ഞിരുന്നത്. 6-ാം തീയതി തുടങ്ങില്ല. 6-ഉം 7-ഉം കഴിഞ്ഞ് 8-ാം തീയതിയാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കോഴ്സിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാൻ വരിക? ഇതാണ് പേയ്മെന്റിന്റെ സ്ട്രക്ചർ. ഇതാ വരുന്നത്. 3rd ഓൺവേർഡ്സ് 399, പിന്നെ ഈ രൂപത്തിലാണ്. ഓക്കെ, റെഡി? സർ, ടൈം എപ്പോഴാണെന്ന് ഒന്നുകൂടെ പറയാമോ? രാവിലെ 6:30 മുതൽ, രാവിലെ നമ്മളിപ്പോൾ ഇരിക്കുന്ന സമയമില്ലേ, ഈ സമയത്ത് മുതൽ 8 മണി വരെ നമ്മുടെ സെഷൻ ഉണ്ടാവും. 7-8 മണി വരെ, 1.5 മണിക്കൂർ. ഓക്കെ, മനസ്സിലാവുണ്ടോ? അതിൽ 1 മണിക്കൂർ സെഷൻസും പിന്നെ അതിൽ ഇന്ററാക്ഷൻസും ക്ലിയാരിറ്റി സംഗതികൾ ഡിസ്കഷൻസും ഒക്കെ ആയിട്ട് വരും. ആക്റ്റീവായിട്ട് പങ്കെടുക്കുക. അടിപൊളി പ്രോഗ്രാം ആയിരുന്നു. മാക്സിമം ഫ്രണ്ട്സിനെ പങ്കെടുപ്പിച്ചോ. ദിസ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി വൺസ് ഇൻ എ ലൈഫ് ടൈം. യൂട്ടിലൈസ് ഇറ്റ്. മാക്സിമം ആൾക്കാർ വരിക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മാക്സിമം ആൾക്കാരിലേക്ക് ഇത് എത്തിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി എല്ലാവർക്കും എത്തിക്കുക. ഞാൻ കുറേ വർഷങ്ങൾക്ക് ചെയ്യുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പ്രോഗ്രാം ആയിരിക്കും. ഇതിൽ GPay നമ്പർ ആഡ് ഒന്നുകൂടെ പറയാമോ? അതാണ് ഉദ്ദേശിച്ചത്. GPay നമ്പർ ടൈം ഒന്നുകൂടെ പറഞ്ഞല്ലോ. GPay നമ്പർ ആഡ് ആക്കാമോ? ഓക്കെ, GPay നമ്പർ ആഡ് ചെയ്തോളൂ. ആഡ് ചെയ്തിട്ട് നിങ്ങൾ അയച്ചോളൂ. ആഡ് ചെയ്തിട്ട് അയച്ചു കൊടുത്തോളൂ ഫ്രണ്ട്സിന്. പോസ്റ്ററിൽ, ഓക്കെ, പോസ്റ്ററിൽ ആഡ് ചെയ്യാം, നോ ഇഷ്യൂ. ഓക്കെ, പേ ചെയ്യാനുള്ള ബാർകോഡ് ആഡ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്യണം? നന്ദി അറിയിക്കുകയാണ്. ഇന്നിവിടെ ഇത്രയും നേരം സ്പെൻഡ് ചെയ്തതിന് ഇതെല്ലാവർക്കും എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റിയതിൽ ഞാൻ സന്തോഷിക്കുന്നു. എങ്ങനെയുണ്ട്? പൊളിക്കൂലേ? പ്രോഗ്രാമിൽ എന്താ പഠിപ്പിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ശരിക്കും മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ പഠിപ്പിക്കാൻ പോവാണ്. മൈൻഡ് മാസ്റ്ററി ഉണ്ട്, ഹാബിറ്റ് മാസ്റ്ററി ഉണ്ട്, കൺസിസ്റ്റൻസി മാസ്റ്ററി ഉണ്ട്, അതേപോലെ തന്നെ ടൈം മാസ്റ്ററി ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഗോൾസ് മാസ്റ്ററി ഉണ്ട്. എവറിത്തിങ് ഈസ് ദർ. ദ തിങ് ഈസ് യു ഹാവ് ടു ടേക്ക് എ ഡിസിഷൻ. ഇനി വൈകണ്ട. ആരെങ്കിലും ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ ഇന്നാരെങ്കിലും ജോയിൻ ചെയ്തോ? ജോയിൻ ചെയ്തിട്ട് ഡൺ കമന്റ് ചെയ്ത്. ഇപ്പൊ ജോയിൻ ചെയ്തവര്, ഇപ്പൊ പേയ്മെന്റ് അടിച്ച് ഇതൊക്കെ കേട്ടപ്പോൾ ഓക്കെ എക്സൈറ്റഡ് എന്നതിന്റെ പുറത്ത് പേയ്മെന്റ് അടിച്ച് ജോയിൻ ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് ഡൺ എന്ന് പറഞ്ഞിട്ട്. മുഫീദ, കൺഗ്രാറ്റുലേഷൻ. ഓക്കെ, വേറെ ആരൊക്കെയുള്ളത് ഇപ്പൊ ജോയിൻ ചെയ്ത ആൾക്കാർ? ഇന്ന് ഈ മൊമെന്റിൽ ഇവിടെ ജോയിൻ ചെയ്ത ആൾക്കാരുണ്ടോ? നോക്കി നിൽക്കുന്നവരെന്നും നോക്കി നിൽക്കട്ടോ. ഓക്കെ, ഓൾറെഡി ജോയിൻ ചെയ്തവരുണ്ട്. മുഹമ്മദ് ഉണ്ട്, ഇബ്രാഹിം ഉണ്ട്, ഓക്കെ, ഹുമീറ ഉണ്ട്. യെസ്, ഹുമീറ തോന്നുന്നു. യെസ്, ഹുമീറ ഇസ് ദർ. റയാൻ ഇസ് ദർ. വെരി ഗുഡ്. ബീഗം നല്ല തന്നെ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരോടും പറയാനുള്ളതെന്ന് വെച്ചാൽ കൺഗ്രാറ്റുലേഷൻ, യു ടുക്ക് ദ റൈറ്റ് ഡിസിഷൻ. നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടെ ഇൻവൈറ്റ് ചെയ്യുക കേട്ടോ. ഈ ഒരു ഓഫർ ഉപയോഗിക്കുക. വൈകിക്കണ്ട. നാളെ മുതൽ 399 ആകുമ്പോൾ പിന്നെ ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഇൻവൈറ്റ് ചെയ്യാൻ കഴിയില്ല. ഗ്രാബ് ദ ഓപ്പർച്യൂണിറ്റി കണ്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിങ്കളാഴ്ച മുതൽ എന്താണ്, അതായത് 6-7 തീയതികളിൽ നിങ്ങൾക്ക് പേയ്മെന്റ് അടക്കാൻ കഴിയുക. ഏത് രീതിയിലായിരിക്കും? 6-7 തീയതികളിൽ നിങ്ങളുടെ പേയ്മെന്റ് അടക്കാൻ കഴിയുന്നത് 799 രൂപയാകും. അപ്പോൾ ആ അവസരം നിങ്ങൾ അതിലേക്ക് നീട്ടിക്കൊണ്ടുപോകരുത്. തീരുമാനപ്പെട്ടെന്ന് തന്നെ എടുക്കുക കേട്ടോ. ദിസ് ഈസ് ദ ഓപ്പർച്യൂണിറ്റി റൈറ്റ് നൗ. ഓക്കെ, മറക്കരുത്. അപ്പം ഓൾറെഡി തമീമ പേ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻ. ഓക്കെ, പേയ്മെന്റ് അടച്ചിട്ടുള്ള എല്ലാവരെയും ഞാൻ എന്ത് ചെയ്യാണ്, കൺഗ്രാറ്റുലേറ്റ് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിന്റെ റെക്കോർഡ് ഉണ്ടോ? ഇന്നത്തെ ക്ലാസ്സിന്റെ റെക്കോർഡ് ഉണ്ട്. അപ്പോൾ റെക്കോർഡ് നിങ്ങൾ എന്ത് ചെയ്യുക, അത് കേൾക്കാം. 2 പേഴ്സൺ ആഡ് ചെയ്യും. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിന്റെ റെക്കോർഡ്. വെരി ഗുഡ്. എത്ര ആൾക്കാർ? നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരോടും നിങ്ങൾ 2 ആൾക്കാർ അല്ലെങ്കിൽ 3 ആൾക്കാരെ ആഡ് ചെയ്യാൻ പറ്റുമോ? 199 രൂപയില്ലേ? 3 ആൾക്കാർ നമുക്കൊരു വലിയൊരു സക്സസ്ഫുൾ പ്രോഗ്രാമാക്കി മാറ്റാം. സൊസൈറ്റിയിൽ വലിയൊരു ചേഞ്ച് ഉണ്ടാക്കാം. നിങ്ങൾക്കറിയാം 199 രൂപ കൊണ്ട് എത്രത്തോളം എന്താ പറയുക പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ചെയ്യോ? എനിക്കൊരു ക്യാൻ യു ഹെൽപ്പ് മീ ടു റീച്ച് ഇറ്റ്? എല്ലാ ദിവസവും മോർണിംഗിൽ നമ്മൾ സെഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് നൽകുന്നതല്ലേ. ഒരുപാട് പേർക്ക് ഇത് എത്തിക്കണം. ഞാൻ നിങ്ങൾക്ക് ഇത്രയും രൂപ കുറച്ച് തരുന്നതിന് നിങ്ങൾ എനിക്ക് തിരിച്ച് ഒരു 3 പേരെ ആഡ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്താൽ സപ്പോർട്ട് ചെയ്താൽ മതി. നിങ്ങൾ 3 പേരുടെ ലൈഫ് ചേഞ്ച് ചെയ്യുക. നിങ്ങളൊന്ന് തീരുമാനം എടുക്കും. ഓക്കെ, എനിക്ക് ചോദിച്ചൂടെ
ഞാൻ വേറെ പ്രോഗ്രാമിലൊന്നും ചോദിക്കാറില്ല ഈ സപ്പോർട്ട്. ഈ പ്രോഗ്രാമിൽ ഞാൻ ചോദിക്കുന്നത് ഏറ്റവും കുറച്ച് കൊടുക്കുന്ന പ്രോഗ്രാമിലാണ് ഞാൻ ചോദിക്കുന്ന സപ്പോർട്ട്. വലിയ പ്രോഗ്രാമൊന്നും ഞാൻ പറയാറില്ല, ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട്. അത് നിങ്ങൾക്കും പ്രയാസമാണ് ഡെഫിനറ്റ്ലി. അത് ചിലപ്പം നിങ്ങളുടെ കണക്ഷനിലുള്ള ആൾക്കാർക്കും പറ്റിക്കോളുന്നില്ല. സോ ക്യാൻ യു ഹെൽപ്പ് മീ ടു റീച്ച് മോർ പീപ്പിൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ? യെസ്, താങ്ക് യു മുഫീദ, വെരി ഗുഡ്. 2 ആളെ ജോയിൻ ചെയ്യിപ്പിക്കും, വെരി ഗുഡ്. സോ 3 പീപ്പിളിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാം, പാസ് ഇറ്റ് ഫോർവേഡ് ആൻഡ് ഹെൽപ്പ് മീ ബാക്ക്. ഓക്കെ, വെരി ഗുഡ് മറിയമ്മ, താങ്ക് യു സോ മച്ച്. സോ ദിസ് ഈസ് എ ഗിഫ്റ്റ്. യു ഷെയർ ഇറ്റ് വിത്ത് മാക്സിമം പീപ്പിൾ. മാക്സിമം ആൾക്കാരിലേക്ക് എത്തി നിങ്ങൾ ഷെയർ ചെയ്യാം. ഇത് ഫ്രീ ആയിട്ട് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ ഇത്രയും കാലം ഫ്രീ ആയിട്ട് ഒരുപാട് ക്ലാസ്സുകൾ തന്നിട്ടുണ്ട്, പക്ഷേ പെയ്ഡ് ആയിട്ടൊരു ക്ലാസ് അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കമ്മിറ്റ്മെന്റ് ഒന്ന് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദാറ്റ്സ് ഓൾ. നിങ്ങളുടെ സീരിയസ് ആയിട്ട് കുറച്ച് കമ്മിറ്റ്മെന്റ് ബിൽഡ് ചെയ്യുക, ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പോൾ ഇനി വലിയ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ടാർഗറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കൊണ്ടുവരുന്ന ആൾക്ക് പേ ചെയ്തു. നദുര, യെസ്, നാദിര ജാസ്മിൻ, കൺഗ്രാറ്റുലേഷൻ ജാസ്മിൻ, താങ്ക് യു നാദിര. സോ എനിവൺ എൽസ്? താങ്ക് യു സോ മച്ച്. നിങ്ങൾ എല്ലാവരെയും ഇത് ഓൾറെഡി ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പേ ചെയ്തിട്ടുള്ള ആൾക്കാർ എല്ലാവർക്കും എന്താ വെച്ചാൽ കുറേ ആൾക്കാർക്ക് മെസ്സേജ് കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, ആ സ്ക്രീൻഷോട്ട് എന്ത് ചെയ്യണം, പേ ചെയ്തിട്ട് അതേ നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കണം കേട്ടോ. 80 അല്ലെങ്കിൽ ശരത് സാറ് നമ്പറിലേക്ക് അയക്കാം. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന നമ്പറുകളിലേക്ക് അയക്കാം. നിങ്ങൾ ഗ്രൂപ്പ് അഡ്മിൻ്റെ നമ്പറിലേക്ക്, പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ ശരത് സാറ് നമ്പറിലേക്ക് അയക്കാം, ആചര മാമിൻ്റെ നമ്പറിലേക്ക് അയക്കാം. അതേപോലെ തന്നെ ഞാൻ ശരത് സാറോട് പറഞ്ഞിക്കണം. വെരി ഗുഡ്. ഓക്കെ, പറഞ്ഞ പോലെ അങ്ങനെ ആവട്ടെ. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ കേട്ടോ. സാർ നമ്പർ ഷെയർ ചെയ്യാം. 8086880780. ദാറ്റ് ഇസ് എ നമ്പർ. 8086880780. ഇതാണ് നമ്പർ. ആ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി, വിളിച്ചാൽ മതി, ആളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മതി. സഫീന, ആർ യു ദേർ? എന്താണ് വിശേഷം, സുഖമാണോ? ഫൈൻ. എന്താണ്? ഫൈൻ. ഓക്കെ. നമ്മുടെ മൈൻഡ് മാസ്റ്ററി പ്രോഗ്രാമിലെ കാര്യങ്ങൾ ഈ 199 രൂപ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ കൊടുക്കുന്നുണ്ട്. ഞാൻ ഇവരോട് കുറെ നേരം ഇങ്ങനെ പറയാൻ ഇങ്ങനെ കാത്തിരിക്കുന്നു. സാർ ഇപ്പൊ തരാന്ന് പറഞ്ഞ നല്ല മക്കളെ തരുക സാറ്, ഇതിലും മേലെ തരും സാറ് തരാന്നൊക്കെ പറയും ഇത്രൊക്കെ. പക്ഷെ സാറ് തെന്ന് തുടങ്ങുന്നേരം സാർക്ക് തന്നെ കൺട്രോൾ ഉണ്ടാവില്ല എന്താ തരേണ്ടിയെന്ന്. അതാണ് സത്യം. അപ്പൊ അത്രയ്ക്കും തരാനുണ്ട്. കം ആൻഡ് എക്സ്പീരിയൻസ്, ചേഞ്ച് യുവർ ലൈഫ്. ഓക്കെ കേട്ടോ. അപ്പം സഫീന, എങ്ങനെയുണ്ടായിരുന്നു മൈൻഡ് പവർ അറ്റൻഡ് ചെയ്തപ്പോഴല്ലേ? ശരി, ഒരുപാട് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മൈൻഡ് പവർ അറ്റൻഡ് ചെയ്തപ്പോഴേക്ക് ജസ്റ്റും ഷിഫ്റ്റ് ആയത് അല്ലേ? നല്ലൊരു ഷിഫ്റ്റ് മൈൻഡ് പവറിൽ കൂടെ കിട്ടിയിട്ടുണ്ട്. അതിലുള്ള ടോപ്പിക് തന്നെ നമ്മൾ ഇവിടെ ഈ ഒരു 5 days പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഷിഫ്റ്റ് കൊണ്ടുവന്നിട്ടുള്ള പ്രോഗ്രാം മൈൻഡ് മാസ്റ്ററി, ആ ഒരു മൈൻഡ് മാസ്റ്ററി എന്ന് പറയുന്ന സെഷൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. സഫീന ഉണ്ടാവില്ലേ? സാർ ഞാൻ തീർച്ചയായിട്ടും ഉണ്ടാവും. സാറിന്റെ എല്ലാ ക്വസ്റ്റ്യൻ ഇനി തീർച്ചയായിട്ടും പങ്കെടുക്കും. ആ ഒരു ഷിഫ്റ്റ് എന്ന് പറഞ്ഞാല് എന്റെ ലൈഫിലെ ഒരു പ്ലസ് പോയിന്റ്. ആ ഒരു ഷിഫ്റ്റ് പറഞ്ഞാൽ പെട്ടെന്നുള്ളൊരു ടേണിംഗ് പോയിന്റ് ആണ് അല്ലേ? ടേണിംഗ് പോയിന്റ് ആണ്. ഓക്കെ, ആ ഷിഫ്റ്റ് പറഞ്ഞോളൂ. എന്താ പറയാ, ട്രാൻസ്ഫോം ചെയ്യണം വിചാരിച്ച ഒരുപാട് മേഖലകളിൽ വെച്ചാല് നമ്മളൊരു ടൈം എടുക്കും വിചാരിച്ച് കാത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടന്നുണ്ട്. അതൊരു മൈൻഡ് പവറിന്റെ ആ കോഴ്സ് അറ്റൻഡ് ചെയ്തതിനു ശേഷമുള്ള ഒരു പവറാണ്. തീർച്ചയായിട്ടും മൈൻഡ് മൊത്തത്തിൽ ഷിഫ്റ്റ് ആവുകയാണല്ലോ. ഇവിടെ ഓൾറെഡി സഫീന ഏകദേശം 36,000 രൂപയോളം പ്രോഗ്രാമിന് പേയ്മെന്റ് അടച്ചിട്ട് നമ്മളുടെ അഡ്വാൻസ് പ്രോഗ്രാമിന് വന്ന ആളാണ് സഫീന. ഓക്കെ, 36,000 രൂപ 3 ദിവസത്തെ പ്രോഗ്രാം. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക, ആളും 299 രൂപ കൊടുത്തിട്ട് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യണം. ഞാൻ ഇവരുടെ അടുത്തേക്ക് കണക്ട് ആവുന്ന വെച്ചാൽ 99 രൂപക്ക് CBMന്റെ ഒരു 1 day വെബിനാറിനാണ് വരുന്നത്. വന്ന് അന്ന് എനിക്ക് ആ ക്ലാസ്സിൽ നിന്നൊക്കെ ഒരുപാട് കിട്ടി. അപ്പൊ എന്റെ എനർജി ലെവലുള്ള ആൾ തന്നെ വേണം എന്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറമെ ഞാൻ ചോദിച്ചപ്പോ അതൊക്കെ കിട്ടും സാർ പറഞ്ഞു. പിന്നെ ഈ EFT റിപ്പീറ്റ് ആണ് ഇവരുടെ അടുത്ത് ഞാൻ എടുക്കുന്നത്. ആ റിപ്പീറ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഇവര് അതിന്റെ കൂടെ തരുന്ന ബണ്ടിലുണ്ട്, പ്രൊക്കാസ്റ്റിനേഷനും അതുപോലെ മൈൻഡ് പവർ എന്ന് പറഞ്ഞിട്ട്.
റിപ്പീറ്റിന് ചേർന്ന എനിക്ക് EFT ഞാൻ മുന്നേ EFT ചെയ്ത ഞാൻ ഇവരെ അടുത്തുനിന്ന് ഒന്ന് റിപ്പീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. കാരണം അതിലും കുറെ എനിക്ക് ഇവിടുന്ന് കിട്ടും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് എനിക്ക് ആയി. കാരണം സാറുമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ്, ആ ഒരു നമ്മളിലേക്ക് ഹൃദയം കൊണ്ട് നമ്മളെ സമ്പന്നതയിലേക്ക് എത്തിക്കുന്ന എല്ലാം എന്താ പറയുക, എൻ്റെ അടുത്ത് വരുന്ന കുട്ടികളിലേക്ക് സാർ ആഗ്രഹിക്കുന്ന ഒരു വളർച്ച ഉണ്ട്. സാറ് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് സാറ് തീവ്രമായിട്ട് ഞാൻ കൊടുക്കുന്ന എഡ്യൂക്കേഷൻ കൊടുക്കുന്ന കുട്ടികളിൽ അത് ലൈഫിൽ അപ്ലൈ ചെയ്യണം, അവർ വളർന്നു വരണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടെ തരുന്ന ക്ലാസ്സുകളാണ്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്, അത് ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ റിപ്പീറ്റിന് വന്ന സമയത്താണ് ഈ ഒരു ബണ്ടിൽ തരുന്നത്, മൈൻഡ് പവറിൻ്റെയും ബി പ്രൊക്കാസ്റ്റിനേഷൻ്റെ. അതാണ് എൻ്റെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ആ മൈൻഡ് പവർ സെഷൻ അങ്ങോട്ട് അറ്റൻഡ് ചെയ്ത് ഫസ്റ്റ് 1, 2, 3 ക്ലാസ്സുകൾ അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ എന്താണെന്നറിയില്ല, എനിക്ക് തന്നെ ഒരു പറക്കുന്ന ഫീലാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഇതുവരെ ചിന്തിച്ചതും പഠിച്ചതും ഒന്നും അല്ല, എനിക്ക് ഇവിടെ നിന്ന് ഇനി എന്തൊക്കെയോ കിട്ടാനുണ്ട്. അപ്പൊ CBM അവിടെ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്ത് EFTന്റെ അഡ്വാൻസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്താണോ എൻ്റെ കോർ ഏരിയ എന്നുള്ള അവിടെ എനിക്ക് കണ്ടെത്താൻ പറ്റുമെന്ന് ഞാൻ ഉറപ്പിച്ച് അഡ്വാൻസ് ചെയ്ത് അൽഹംദുലില്ലാ ഓരോ ദിവസവും മെച്ചപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു. അതന്നെ പറയാം സാറിന്റെ കൂടെ വന്നതിന് ശേഷം. വെരി ഗുഡ്. ഓരോ നിമിഷവും ഓരോ ദിവസവും താങ്ക് യു സോ മച്ച്. ആരും സംശയിച്ച് നിൽക്കണ്ട. കാരണം ഈ ഒരു 199 എന്ന് പറയുന്ന നേരം പൊളിക്കും, ഒരു സംശയവും ഇല്ല. ഓൾറൈറ്റ്, നമുക്ക് എന്തായാലും അവസാനിപ്പിക്കാം. താങ്ക് യു എവറിവൺ ഫോർ ജോയിനിങ്. ദിസ് ഇസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. നിങ്ങൾ എന്ത് യൂട്ടിലൈസ് ചെയ്യാം കേട്ടോ. വീണ്ടും വീണ്ടും ഉണ്ടാവില്ല, പറയാണ് ഇനി ഇത് വരില്ല. കാരണം പല കോഴ്സുകളും നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട്, പിന്നെ വരാറില്ല. അപ്പോൾ വരുന്ന അവസരത്തിൽ ഉപയോഗപ്പെടുത്താം. ഓക്കെ, ഫ്യൂച്ചറിൽ വരുമ്പം പേയ്മെൻറ്റ് മിനിമം 7,000 rupees ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ ഈ അവസരം ഇപ്പോൾ ഉപയോഗപ്പെടുത്താം. താങ്ക് യു. മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഉപയോഗപ്പെടുത്തുക. ചേഞ്ച് യുവർ ലൈഫ്. താങ്ക് യു എവരിവൺ. ഹാവ് എ ഗ്രേറ്റ് ഡേ.